ഓക്കെ, നമുക്ക് കുറച്ച് ഫങ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ചത് നമ്മളെന്താണ്, ഏത് ഫംഗ്ഷനിലാണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ അതുപോലെ റാഷണൽ ഫംഗ്ഷൻ നമ്മളിതുവരെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ എന്താണ് കുറച്ച് 3-4 ഫംഗ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഡൊമൈൻ റേഞ്ച് അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, നോക്ക് മക്കളെ, അതിലൊരു ഫംഗ്ഷനാണ് എന്ത്, ഡൊമൈൻ റേഞ്ച് ആണ്. ഡൊമൈനും റേഞ്ച് കേട്ടോ, ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡൊമൈനും റേഞ്ചും. ഓക്കെ, ഒരു 3-4 ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡൊമൈൻ റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, ഒരു ഫംഗ്ഷൻ f of x is equal to root of 9 minus x square ആണ് ഇരിക്കുക. റൂട്ട് ഓഫ് 9 minus x square. നമുക്ക് ഈ ഫംഗ്ഷന്റെ നമുക്ക് എന്ത് ചെയ്യാം, ഡൊമൈൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. റൂട്ട് ഓഫ് 9 minus x square എന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ആണ് ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്ക് മക്കളെ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ f of x is equal to root of p of x ആണെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫംഗ്ഷൻ വന്നാൽ f of x is equal to റൂട്ട് ഓഫ് പി ഓഫ് എക്സ് ആണ്. അപ്പൊ റൂട്ടിന്റെ ഉള്ളില് ഫംഗ്ഷൻ വന്നാൽ നമുക്ക് ഈ പി ഓഫ് എക്സ് എന്ന ആള് എന്തെല്ലാം ആവാ എന്ന കാര്യം നിങ്ങൾ ഓർമ്മയിൽ വരണം. ഓക്കെ, റൂട്ടിനുള്ളിൽ പോസിറ്റീവ് നമ്പർ ആയിക്കൂടെ അല്ലെ, റൂട്ടിനുള്ളിൽ നമ്മള് പി ഓഫ് എക്സ് പോസിറ്റീവ് നമ്പർ ആവാ, പിന്നെയോ അല്ലെ പോസിറ്റീവ് ആവാ, പിന്നെ നമുക്ക് ആര് വരാ, പോസിറ്റീവ് ആയിരിക്കുക, പിന്നെ സീറോയും വരാം അല്ലെ. നെഗറ്റീവ് നമ്പർ വരാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നോക്ക് മക്കളെ, നമ്മള് ഈ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പി ഓഫ് എക്സ് എന്തായിരിക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുക. എന്താ വരിക, പി ഓഫ് എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാവാം. പി ഓഫ് എക്സ് ആരാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടാം. 0 അല്ലെങ്കിൽ എന്താണ്, ഗ്രേറ്റർ നമ്പർ മാത്രം നമുക്ക് ഇതിൽ വരാൻ പറ്റുകയുള്ളൂ. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ നോക്കട്ടെ. അപ്പൊ റൂട്ട് ഫംഗ്ഷൻ വന്നാൽ നമ്മൾ അവിടെ എന്താ ഡൊമൈൻ ചേഞ്ച് ചെയ്യും. മറ്റൊരു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്താ പഠിച്ച ഓർമ്മയുണ്ടോ, എന്താണ് p/q ഫോമിൽ ഡൊമൈൻ ചേഞ്ച് ചെയ്യും. അതേപോലെ റൂട്ട് ഫംഗ്ഷൻ നമ്മൾ എന്താ ചെയ്യുക, ഡൊമൈന് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. റൂട്ട് ഫംഗ്ഷനിൽ നമ്മൾ എന്താണ്, ഡൊമൈന് ചേഞ്ച് ചെയ്യും. ഓക്കെ, നോക്കാം മക്കൾ, ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കണേ. അപ്പം എന്ത് ചെയ്യും, ഇവിടെ 9 minus x square എന്താ അപ്ലൈ ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. 9 minus x square ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അവിടെ എന്ത് ഫംഗ്ഷൻ ആണോ ആ ഫംഗ്ഷൻ എന്താവാ, 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കാം. ഓക്കെ, then again നോക്കടാ, മൈനസ് എക്സ് സ്ക്വയർ പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -9 ആണ്. ഓക്കെ, ഇനി 2 നെഗറ്റീവ് ഉണ്ട്, നമുക്ക് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണ്ടേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതൊരു സിമ്പിളാണ്. ഇയാളുടെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ഇനീക്വാലിറ്റി, എന്താ പേര്, ഇനീക്വാലിറ്റി. ഓക്കെ, അത് നമ്മൾ ഒരുപാട് ചാപ്റ്റർ പഠിക്കാനുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം മക്കളെ. ഇപ്പൊ നോക്കിയാടെ 2 less than 3 ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ മക്കളെ, 2 less than 3 ട്രൂ ആണോ ഫാൾസ് ആണോ, ഇയാള് ട്രൂ ആണല്ലോ. ഞാൻ എന്താക്കി ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് അല്ലെ, ഒരു -1 എന്ന നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോ -1 എന്ന നമ്പർ നമ്മളെ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ. ഇവിടെ -2 ലെസ് ദാൻ ആരെ വരിക, -3 എന്ന് വരും അല്ലെ. -2 ലെസ് ദാൻ -3 എന്ന് കൊടുത്തു. -2 ലെസ്സർ -3 ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ അല്ലെ. ഇവിടെ ആരാ വലുത് മക്കളെ, -2 ആണോ അല്ലെങ്കിൽ -3 ആണ് വലുത്. ഇവിടെ വലുത് -2 എന്നല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മള് ഈ സിമ്പിൾ അങ്ങ് എന്താക്കാടാ, റിവേഴ്സ് ചെയ്താൽ മതി. എന്താ ചെയ്യണ്ടേ, സിമ്പിളിനെ റിവേഴ്സ് ചെയ്യാം അല്ലെ. അപ്പൊ -2 ഗ്രേറ്റർ ദാൻ എന്തായി മാറി, -3 എന്നായി മാറിയല്ലോ അല്ലെ. സിമ്പിൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ്ഡ് ആക്കുക, അപ്പൊ ആൻസർ കിട്ടുമല്ലോ. ക്ലിയർ അല്ലേ.
അപ്പൊ ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കാം, നമുക്ക് പിന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഒരു ചാപ്റ്റർ ആയിട്ട് ഈ സിമ്പിൾ ഉപയോഗിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ തൽക്കാലം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു. നമ്മൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് നിങ്ങളെ ഇനീക്വാലിറ്റിനെ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ എന്താ റിവേഴ്സ് ചെയ്യുന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ 2 മൈനസ് ഉണ്ടല്ലോ, ഞാൻ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഇല്ല, എന്തായാലും മൈനസ് പോകുള്ളൂ അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ എന്തായി, ലെസ് ദാൻ ഓർ ഈക്വൽ 9 എന്ന് കിട്ടി. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ 9. ഇയാളെ മീനിങ് എന്താടാ? ഇയാളെ മീനിങ് എന്താ? എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ 9. അപ്പൊ എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താടാ? പ്ലസ് ഓർ മൈനസ്. മീനിങ് എന്താ? 3ന്റെ വാല്യൂ 3നെ 3 ആവാം, 3നേക്കാളും കുറയാം അല്ലെ. അപ്പൊ ആണെന്ത് +3 അതുപോലെ -3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ എക്സിന് ഇവിടെ 3 കൊടുക്കാം. എക്സിന് 3 കൊടുക്കുക, പിന്നെ 2 കൊടുക്കുക, പിന്നെ 1 കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക, പിന്നെ -1 കൊടുക്കുക, പിന്നെ -2 കൊടുക്കുക, പിന്നെയോ -3 കൊടുക്കുക. 3 2 അല്ലെ. -3 മുതൽ +3 വരെയുള്ള ഏത് നമ്പർ ഇവിടെ നമുക്ക് എക്സിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, -3 മുതൽ +3 വരെയുള്ള നമുക്ക് ഏത് നമ്പർ നമുക്ക് ഇവിടെ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇപ്പൊ എഴുതിയതിന്റെ മീനിങ് മനസ്സിലാക്കുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇതിന്റെ ഡൊമെയിൻ വരിക. ഡൊമെയിൻ ഇസ് ഈക്വൽ ടു എന്താണ്? ക്ലോസ്ഡ് ബ്രാക്കറ്റ് -3, ആയിരിക്കും. ഡൊമെയിൻ ഇസ് ഈക്വൽ ടു വരിക ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്താണ്? -3, 3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈക്വൽ ടു സിമ്പിളിന്റെ മീനിങ് നമുക്ക് എക്സിന്റെ വാല്യൂ അത്രയുള്ള -3 മുതൽ +3 വരെയുള്ള ഏതും ബിറ്റ്വീൻ നമ്പറും വരാ -3ഉം +3ഉം ഇതാണ് ഡൊമൈനും. ഇതാണ് നമ്മൾ സ്റ്റെപ്സ് ഇങ്ങനെ പോകുന്ന സ്റ്റെപ്സ്. നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് ഇതിന്റെ ഡൊമൈൻ പറയാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ 9 3 സ്ക്വയർ എന്നല്ലേ, 9 ആരാണ്? 3 സ്ക്വയർ. ആൻസർ എന്താ? -3 to +3 അല്ലെ. ഇതിപ്പോ 25 ആണെങ്കിലോ ഒന്ന് പറഞ്ഞു നോക്കി മക്കളെ. ഇത് 25 ആണെങ്കിലും ആൻസർ ഇട്ടാ -5, 5 ആയിരിക്കും, ഡൗട്ടും വേണ്ട. ഇത് 16 ആണെങ്കിലോ 16 ആരെ വരിക? -4, 4 ആയിരിക്കും അല്ലെ. അതുപോലെ ഇവിടെ നമുക്ക് എന്തായാലും നമുക്ക് 100 ആണെങ്കിലോ 100 -10, 10 ആയിരിക്കും. അത്രേ വരുന്നുള്ളൂ മക്കളെ. നമുക്ക് വേണ്ടുന്ന റേഞ്ച് ആണല്ലോ. ഞാൻ പറഞ്ഞേ ഒരിക്കലും നെഗറ്റീവ് നമ്പർ ഒരിക്കലും ഇതിൽ ഫോം ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇത് എപ്പോഴും പോസിറ്റീവ് നമ്പർ ഒക്കെയുണ്ട്. നിങ്ങൾ കൊടുത്തു നോക്കി മക്കളെ. എക്സിന് എവിടെയാണ്? എക്സ് നമ്മള് -3 കൊടുത്തു നോക്കി അല്ലെ. എക്സ് നമ്മള് -3 കൊടുക്കുമ്പോ എന്താണ്? -3 സ്ക്വയർ -3 സ്ക്വയർ എന്താണ്? അത് 9 അല്ലേ. 9 - 9 0 ആവാം അല്ലെ. -2 ആണെങ്കിലോ 9 - 2 സ്ക്വയർ 4 അല്ലടാ. 9 - 4 എന്താണ്? 5 എന്നല്ലേ. അത് നമുക്ക് ആൻസർ കിട്ടാ. റേഞ്ച് നമുക്ക് എന്താ റേഞ്ച് കിട്ടാ? റേഞ്ച് ഈക്വൽ ടു ആരെ വരിക? ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0, 3 ആയിരിക്കും. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0, 3 ആയിരിക്കും. അത്രേ കിട്ടുള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇത് -3, 3 അല്ലേ. റേഞ്ച് ഒരിക്കലും എന്ത് വരില്ല, റൂട്ടിനുള്ള മൈനസ് നമ്പർ കിട്ടുക. അപ്പൊ എന്തൊക്കെയാ ഇവിടെ കിട്ടുന്ന ആൻസറിൽ -3ഉം -2 -1 ഒഴിവാക്കിയിട്ട് ബാക്കി 0 to 3 ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ 25 ആണെങ്കിലോ 25 ആണ കേസിൽ ഡൊമൈൻ എന്താ? -5 to 5. റേഞ്ച് എന്താ? 0 to 5. അത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. ഇതാണ് നമ്മൾ എന്ത് വരിക? റൂട്ട് ഫംഗ്ഷൻ വന്നാൽ നമുക്ക് ഇതിന്റെ ഡൊമൈന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണെന്ത്? റൂട്ട് 5 ആണ്. റൂട്ട് ഫംഗ്ഷൻ വന്നാൽ നമുക്ക് ഡൊമൈന് ഫോം ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, അതേപോലെ നമുക്ക് മക്കളെ 1/√P(x) ആണെങ്കിലോ 1/√P(x) ആണെങ്കിൽ ഇങ്ങനെ ഫോം ആണെങ്കിൽ 1/√P(x) എന്ന ഫോമിലാണെങ്കിൽ നമുക്ക് എന്താ ആൻസർ നമുക്ക് വരിക? ഇംപ്ലൈസ് ആര് വരും? P(x) ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇത് P/Q ഫോം അല്ലേ. കാരണം P/Q അല്ലേ. അപ്പൊ P/Q എന്താൻ പാടില്ല? ബൈ ടേം 0 ആവാൻ പറ്റുമോ? ബൈ ടേം 0 ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഗ്രേറ്റർ ആയിരിക്കണം, ഈക്വൽ വരാൻ പാടില്ല കേട്ടോ. ഇവിടെ ഇത് ബൈ ടേം, ഇത് 1/4 ഫോം അല്ലല്ലോ. ഇതിങ്ങനെയല്ലടാ. ഇങ്ങനെയാണ് പ്രശ്നമില്ല. 0യും വരാം. 1/4 ഫോം ആണെങ്കിൽ 0 വരാൻ പാടില്ല. അത്ര മാറ്റുള്ളൂ. ഓക്കെ, നോക്കിടാ. 1/√9 - x² ആണെങ്കിൽ ഇയാളെ ഡൊമൈൻ പറയാൻ പറ്റുമോ?
0 ആവാൻ പാടില്ല. ബാക്കിയുള്ള നമ്പേഴ്സ് വരിക. അപ്പോൾ എന്താക്കിയാൽ മതി, നമ്മൾ ജസ്റ്റ് ഇവിടെ ഈക്വൽ സിമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ബ്രാക്കറ്റാണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ മുന്നേ പഠിച്ചതാണ് സെറ്റ്സ് എന്ന ചാപ്റ്റർ നമ്മൾ ഡീപ്പായി പഠിച്ചതാണ്. ഈക്വൽ ടു ആണെങ്കിൽ ക്ലോസ് ബ്രാക്കറ്റ്, ഈക്വൽ ഇല്ലെങ്കിലോ ഓപ്പൺ ബ്രാക്കറ്റ്. ജസ്റ്റ് മാറ്റി ബ്രാക്കറ്റിന്റെ വേസ്റ്റ് നമുക്ക് -3,3 ആണ് അല്ലേ ഡൊമെയിന്. ഇതാണ് ഡൊമെയിന്. നമ്മളെ റേഞ്ച് ആണെങ്കിലോ 0,3 അത്ര മാറ്റുള്ളൂ അല്ലേ. നമുക്ക് എന്താണ് വളരെ കൂളായിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ജനറൽ ഫോമിൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് ജനറൽ ഫോമിൽ എത്തിച്ചാൽ പോരെ അല്ലേ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ജസ്റ്റ് നമ്മളൊരു ജനറൽ ഫോമിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഏത് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റും. ഓക്കെ നമുക്ക് എല്ലാവരും ഒരു ജനറൽ ഫോം ഉണ്ടാക്കാൻ പോവാണ്. എന്താണ് റൂട്ട് ഓഫ് f of x is equal to f of x root of a square minus x square ആണെങ്കിൽ നോക്കണേ, f of x root of a square minus x square ഫോം ആണെങ്കിൽ നമുക്ക് ഇതിന്റെ നമുക്ക് ഡൊമൈൻ വരും മക്കളെ. വളരെ കൂളായിട്ട് അല്ലെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഡൊമൈൻ എങ്ങനെ പറയാം. അതിന്റെ ഡൊമൈൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ക്ലോസ്ഡ് ബ്രാക്കറ്റ് -a, a എന്നായിരിക്കും. ക്ലോസ് ബ്രാക്കറ്റ് -a, a എന്നാണ് വരിക. ക്ലോസ് ബ്രാക്കറ്റ് -a, ഇത് നമുക്ക് റേഞ്ചും നമുക്ക് ഇതിനെ വളരെ ഡീപ്പായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ റേഞ്ചും പറയാം. റേഞ്ച് വരിക, അതിന്റെ റേഞ്ച് 0 to a എന്നായിരിക്കും. റേഞ്ച് വരിക 0 to a ആണ് ഇതിന്റെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഒരു നമ്മളൊരു അടിപൊളി റിസൾട്ട് പിടിച്ചുള്ള അല്ല. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓർമ്മ പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആ ഫംഗ്ഷന്റെ റേഞ്ചും ഡൊമൈൻ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. റേഞ്ചും ഡൊമൈൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ ഞാൻ ഫംഗ്ഷൻ നോക്കണം മക്കളെ. റൂട്ട് ഓഫ് ഒരു ഫംഗ്ഷൻ f of x is equal to നോക്കണേ, f of x is equal to ഞാൻ എന്താക്കി ഇവിടെ മക്കളെ ഫംഗ്ഷനെ x² -9 എന്നാക്കി അല്ലെ. തിരിച്ചിട്ടതാണ് x² -9. ഈ ഫംഗ്ഷൻ ജസ്റ്റ് തിരിച്ചിട്ടു. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് നോക്കുക. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് എന്താ അപ്ലൈ ചെയ്യേണ്ടത്, x² -9 ആരെ വരിടാ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ഡൗട്ടും വേണ്ട അല്ലെ. കാരണം റൂട്ട് ഫംഗ്ഷനിലെ ഇത് ഈ ഫംഗ്ഷന്റെ വാല്യൂ 0 ആവാം അല്ലെങ്കിലോ ഗ്രേറ്റർ ദാൻ 0 ആവാം എന്ന കേസ് നിങ്ങൾ ഓർമ്മയിൽ വെക്കാം. ഓക്കെ, ദാറ്റ് ഈസ് x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു +or-3 വരുന്നുണ്ട്. ഓക്കെ, ഇയാളെ മീനിങ് ഒന്ന് പറയാൻ പറ്റുമോ? എന്താ ഇയാളെ മീനിങ് അല്ലെ? 3ന്റെ മുകളിലേക്ക് പോവുക അല്ലെ, 3ന്റെ മുകളിലേക്ക് പോവുക, അതുപോലെ -3ന്റെ അടിയിലേക്ക് പോവുക അല്ലെ. കാരണം 3,∞ വരെ പോകാം അല്ലെ. നോക്കിയുടെ കൊടുത്തു നോക്കി നമ്മള് 3 കൊടുത്തൂടെ, 3 എടുക്കുമ്പോൾ 0 കിട്ടും. 4 എടുത്തു നോക്കി, 4 സ്കോർ 16 -9 പോസിറ്റീവ് ആണ്. അപ്പോൾ 3 മുതൽ 3, 4, 5 അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അല്ലെ. അക്കിടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അതുപോലെ -3 പോസിബിൾ ആണ്. -4 നോക്കി, -4 സ്ക്വയർ -4 സ്ക്വയറും അതേമാതിരി 4 സ്ക്വയർ ഒക്കെ സെയിം എന്നല്ലേ. കാരണം നെഗറ്റീവ് സ്ക്വയർ പോസിറ്റീവ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ നമുക്ക് വരിക, ഇവിടെ -3ക്കും 3നും ഇടയിൽ ഒരു നമ്പറും പോസിബിൾ അല്ല. നോക്കി 2 കൊടുത്തു നോക്കി, 2 കൊടുത്തു നോക്കി, എന്താ 2 സ്ക്വയർ 4 അല്ലേ. എന്താണ് 4 -9? 4 -9 മക്കളെ, 4 -9 റൂട്ട് ഓഫ് -5 എന്നല്ലേ. റൂട്ടിൽ നെഗറ്റീവ് നമ്പർ വരുന്നില്ലേ. അപ്പൊ എന്താണ് അത്, -3ക്കും 3നും ഇടയിലൊന്നും പറ്റൂല. പക്ഷെ 3നേക്കാൾ അങ്ങോട്ടേക്കും പോവുക അല്ലെ. ഇവിടെ ഇത് +3, അപ്പൊ 3ന്റെ ഇങ്ങോട്ടേക്ക് പോവുക, -3ന്റെ ഇങ്ങോട്ടേക്കും പോയിക്കൂടെ അല്ലെ. ഇങ്ങോട്ടേക്ക് ഇവിടെ വരാൻ പറ്റൂല. അതാണെന്ത്, ജസ്റ്റ് നമ്മൾ മാറ്റിയപ്പോൾ ഉള്ള സാധനം കിട്ടിയത് അല്ലെ. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിന്റെ നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ മാറ്റുമ്പോൾ നമ്മള് അതിന്റെ ഡൊമൈൻ റേഞ്ച് ഒന്നാണ് മാറാം അല്ലെ. അപ്പൊ എന്താ ഡൊമൈൻ വരിക, ഡൊമൈന് വളരെ സിമ്പിൾ ആയിട്ട് മനോഹരമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് എന്താ ഇട്ടാ -3 വരെയുണ്ട് ഒരു കേസ്. ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഈ ഇന്റർവെല്ലിൽ വരാം. അതുപോലെ യൂണിയൻ അല്ലെ, അതുപോലെ യൂണിയൻ നമുക്ക് എന്ത് വരിക 3,∞ കേട്ടോ. എന്താ വരിക 3,∞ ഓപ്പൺ ക്ലോസ്ഡ്. ഓക്കെ, -3യും 3യും ക്ലോസ്ഡ് എടുക്കുക, ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഇതിന്റെ ഡൊമൈൻ.
ഓക്കെ, മനസ്സിലായോ? കാരണം -3 മുതൽ അല്ലെ -3 to 3 വരെയുള്ള അതിന്റെ ഇടയിലുള്ള ഒന്നും പറ്റില്ല. -3 അങ്ങോട്ടും പോവാ, ഇവിടുന്ന് അങ്ങോട്ടേക്കും പോവാം. ഓക്കെ, റേഞ്ച് ആണെങ്കിലോ റേഞ്ച് എന്താണ്? റേഞ്ച് നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് റേഞ്ച് പറഞ്ഞൂടെ? റേഞ്ച് എന്ന് വരിക 0 to എന്താണ്? ഇവിടെ ഈ സാധനം ഉണ്ടായിരിക്കും റേഞ്ചിൽ? ഇല്ല. എന്താ നമുക്ക് വരിക? നമുക്ക് റേഞ്ച് വരിക റേഞ്ച് 0, ക്ലോസ്ഡ് ഓപ്പൺ എന്നാണ് റേഞ്ച്. റേഞ്ച് 0, ആയിരിക്കും റേഞ്ച് വരിക കേട്ടോ. ഒക്കെ പോസിറ്റീവ് നമ്പർ ഇട്ടോളും, റേഞ്ച് ഒരിക്കലും വരില്ല, നെഗറ്റീവ് നമ്പർ വരില്ല. അപ്പോൾ ഈ പാർട്ടില്ല. 0 to എന്ത് വരെ നമുക്ക് ഇൻഫിനിറ്റി വരെ ഉണ്ടായിരിക്കും ഇതിന്റെ റേഞ്ച്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതേ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ പറയാം? ഇതുപോലെ ഉണ്ടാക്കിയ ഫോർമുല യെസ് അല്ലെ, നമുക്ക് വളരെ മനോഹരമായിട്ട് അല്ലെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇതിന്റെ എങ്ങനെ ഫോം ചെയ്യാം? അതിനെ x² - a² ആണെങ്കിൽ x² - a² ആണെങ്കിൽ ഇതിന്റെ ഡൊമൈൻ അല്ലെ ഇയാളെ ഡൊമൈൻ വരാ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ഓപ്പൺ ബ്രാക്കറ്റ് -3 അല്ലെ -3 ഇവിടെയാണ് വരിക നമുക്ക് കേട്ടോ. -a അല്ലെ ക്ലോസ്ഡ് യൂണിയൻ എന്താണ്? ക്ലോസ്ഡ് a, ഇൻഫിനിറ്റി എന്ന് പറയാം അല്ലെ. വളരെ മനോഹരമായിട്ട് അതിന്റെ ഡൊമൈനിന്റെ ഫോർമുല എഴുതി. റേഞ്ചോ റേഞ്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് റേഞ്ച് വരിക 0 to ആരാണ്? ഇൻഫിനിറ്റി ആയിരിക്കും റേഞ്ച് വരിക. 0 to എന്താണ്? ഇൻഫിനിറ്റി കിട്ടുന്നത് 0 to ഇൻഫിനിറ്റി. ഓക്കെ, നോക്കാം മക്കള്, നോക്കിയാൽ മതി. ഞാൻ ഇവിടെ 4 എടുത്ത് എന്താ 460 - 9 അല്ലെ 525 - 9 പിന്നെ 36 - 9 പിന്നെ 100 - 9 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പോൾ 0 to ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കുക. അതാണ് റേഞ്ച് അല്ലെ. നമ്മൾ വളരെ മനോഹരമായിട്ട് ഇതിന്റെ റേഞ്ച് പറഞ്ഞു. റേഞ്ച് എന്ന് വരിക 0 to ഇൻഫിനിറ്റി. ഇതന്നെ റേഞ്ച് വരെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമുക്ക് റേഞ്ച് വരിക 0 to ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്ത് റൂട്ട് ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, 2 അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, കളർ പെന്നുകൊണ്ട് എഴുതി വെക്കുക കേട്ടോ. അറിഞ്ഞിരിക്കാനുള്ള സാധനമാണ്, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് ജസ്റ്റ് ഇത് കൊടുത്ത് ഈ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. സ്റ്റെപ്സിന് ആവശ്യമില്ല. ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഒരു ആൻസർ ക്വസ്റ്റ്യൻ കണ്ടാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് ഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ, ഡൺ. ഓക്കെ, നമുക്ക് നമ്മളപ്പം പറഞ്ഞ കണ്ടീഷന് P/Q ഫോം അതുപോലെ നമ്മളെ റൂട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൊണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? മോഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കാൻ പോകട്ടോ. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് കേട്ടോ. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. Domain and range of the function find the domain range of the function. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് f of x is equal to mod of x minus 1. mod of x minus 1 എന്നല്ലേ അല്ലേ? അപ്പൊ മോഡുലസ് ഫംഗ്ഷൻ അല്ലേ? മോഡ് ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണെന്ന് നമുക്ക് നമ്മൾ മുന്നേ പറഞ്ഞതല്ലേ. മോഡ് ഫംഗ്ഷന്റെ ഡൊമൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എന്താണ് മോഡ്? നമ്മൾ എക്സിന് എന്തും കൊടുത്തൂടെ അല്ലേ? therefore നമുക്ക് ഇതിന്റെ ഡൊമൈൻ വരിക. ഇതിന്റെ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആരാണ്? ആറായിരിക്കും അല്ലേ? ഇതിന്റെ റേഞ്ച് എന്താ? നമുക്ക് റേഞ്ച് വരിക റേഞ്ച് ഈക്വൽ ടു ഇതല്ലേ. എക്സും 1 ഒക്കെ ആ 2 മോഡ് ഫംഗ്ഷൻ ഉള്ളിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റേഞ്ച് എന്താ വരിക? റേഞ്ച് 0, ആയിരിക്കും. ഡൗട്ട് വേണ്ട, 0 to ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, എക്സ് 1 എടുത്തുവിടാ. 1 - 1 0, 2 എടുത്തുവിടുക. അപ്പൊ 0 ഇൻഫിനിറ്റി ആയിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞതാണ് അല്ലേ? സോർത്ത് വെച്ചാൽ മതി. ഓക്കെ, നോക്കട്ടോ. ക്ലിയർ? ഇതിപ്പോ x - 2 ആണെങ്കിലോ ആറന്നെ തന്നെ ഒരു മറ്റുണ്ടാവില്ല. ഇവിടെ എന്താണെങ്കിലും ഈ 2 വരന്റെ ഉള്ളിലാണെങ്കിൽ എപ്പോഴും എന്താ റേഞ്ച് വരിക? 0 to ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് f of x is equal to root of x minus 1. root of x minus 1 ഇതെന്ത് ഫംഗ്ഷൻ ആണ്? റൂട്ട് ഫംഗ്ഷനിലെ നമുക്ക് റൂട്ട് ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലെ, റൂട്ട് ഫംഗ്ഷനില് നമുക്ക് ഇയാളെ ഡൊമൈന് ചേഞ്ച് ചെയ്യുമായിരിക്കും അല്ലെ? ചെയ്യുമല്ലോ, ചെയ്യും അല്ലെ? അപ്പൊ നോക്കാൻ എന്താ ചെയ്യണ്ട? നമ്മള് കണ്ടീഷൻ ഓർമ്മയുണ്ടോ? x minus 1 greater than or equal to 0 ആണ് അല്ലെ? x greater than or equal to 1 ആണ് അല്ലെ? x greater than or equal to 1 ആണ്.
എന്താണ് ഇയാളെ ഡൊമെയിൻ വരിക? ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആരടാ? ഡൊമെയിൻ ഈസ് ഈക്വൽ ടു എന്താ കിട്ടാ? 1,∞ ആയിരിക്കും അല്ലെ? 1,∞ അല്ലേ അല്ലെ? സ്ക്വയർ അല്ലല്ലോ. അപ്പൊ എക്സ് മാത്രമേ ഉള്ളൂ. എക്സ് നമുക്ക് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, 4. 1 to ∞ ഏതും കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? 1 കൊടുത്ത് നോക്കി, 1 - 1 0 വരാം അല്ലെ? 2 - 1 1, 3 - 1 4 - 1 ഒക്കെ പോസ്റ്റ് നമ്പർ കിട്ടുള്ളൂ. അപ്പൊ 1,∞ ആണല്ലോ. റേഞ്ചോ? റേഞ്ച് ഈക്വൽ ടു ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ഡൊമെയിന് ഇവിടെ 1 അല്ലേ? 1 മുതൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. 1 കൊടുക്കുമ്പോൾ നമുക്ക് 1 എടുക്കുമ്പോൾ 1 - 1 0 അല്ലേ? യെസ്. എന്തായിട്ട് നമുക്ക് 0,∞ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ കൂളായി കിട്ടിയില്ലേ? 0,∞ അത്രേ ഉള്ളൂ. ഇതിപ്പോ x - 2 ആണെങ്കിലോ? x - 2 ആണെങ്കിൽ ഇതിന്റെ ഡൊമെയിൻ എന്താ? 2 to ∞. റേഞ്ച് എന്താ? ഇതന്നെ കേട്ടോ. x² അല്ലെങ്കിൽ റേഞ്ച് 0 to ∞ ആയിരിക്കും കേട്ടോ. സ്ക്വയർ അല്ലെങ്കിൽ 0 to ∞ ആയിരിക്കും. എല്ലാ പോസ്റ്റ് നമ്പറും വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഇവിടെ ഏ നമ്പർ ആണോ അത് ടു ∞ എന്ത് വരിക? നമ്മളെ ഡൊമെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ മറ്റു ക്വസ്റ്റ്യൻ ആണ് എന്ത്? f of x is equal to 1/x-4 അല്ലെ? ഈ x-4 എന്ന ഫംഗ്ഷന്റെ ഡൊമെയിന് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഇത് p/q ഫോം അല്ലേ? ഈ p/q ഫോമിലും എന്ത് മാറുന്നുണ്ട്? ഡൊമെയിൻ മാറുമല്ലോ. p/q ഫോമിലും ഡൊമെയിൻ മാറുന്നുണ്ട്. അതുപോലെ റൂട്ട് ഫംഗ്ഷനിലും ഡൊമെയിൻ മാറുന്നുണ്ട് ആണല്ലോ അല്ലെ? എന്ന സമയം നമുക്ക് ഇവിടെ എക്സിന് ഏത് നമ്പർ കൊടുക്കുമ്പോഴാണ് ഇവിടെ 0 കിട്ടുക? എക്സിന് ഏത് നമ്പർ നിങ്ങളെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും മക്കളെ. 6 മൈനസ് സെറ്റ് ഓഫ് എന്താണ്? 4. 6 മൈനസ് സെറ്റ് ഓഫ് 4. ഏത് റിയൽ നമ്പറും കൊടുക്കാം. എന്ത്? 4 അല്ലാത്ത ഏത് റിയൽ നമ്പർ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. 6 മൈനസ് സെറ്റ് ഓഫ് 4 ആണ് ഏത് റിയൽ നമ്പർ. 4 അല്ലാത്ത ഏത് റിയൽ നമ്പർ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡൊമെയിൻ ഇസ് ഈക്വൽ ടു വരിക 6 മൈനസ് സെറ്റ് ഓഫ് 4 ആയിരിക്കും. 6 മൈനസ് സെറ്റ് 4 ആണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, റേഞ്ചോ? റേഞ്ച് ഞാൻ പറഞ്ഞത് എന്താ റേഞ്ച് വരിക? റേഞ്ച് നേരത്തെ പറഞ്ഞതാണ്. എന്താ റേഞ്ച് വരിക? 6 മൈനസ് സെറ്റ് ഓഫ് 0 ആയിരിക്കും. ഡൗട്ട് വേണ്ട അല്ലെ? 6 മൈനസ് സെറ്റ് ഓഫ് 0 ആയിരിക്കും. 6 മൈനസ് സെറ്റ് ഓഫ് 0 ആണ് റേഞ്ച് കിട്ടുക. 1/, ഫോമിലാണെങ്കിൽ നമുക്ക് റേഞ്ച് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. 1/, എന്ത് ഫംഗ്ഷൻ ആണോ റേഞ്ച് ഒരു ഫിക്സഡ് ആയിരിക്കുന്ന കാര്യത്തിൽ ഡൗട്ട് വേണ്ട. ഓക്കെ, അതുപോലെ മറ്റൊരു മനോഹരമായ പ്രോബ്ലം ആണ് എന്ത്? f of x equal to 1/x-3 into x-5 ആണ് ഇരിക്കുക. ഓക്കെ, നമ്മൾ ഇതിന്റെ ഡൊമെയിൻ പറയാൻ പറ്റുമോ? ഇവിടെ 2 ഫാക്ടർ ഉണ്ടല്ലോ, 1 2 അല്ലെ? ഇവിടെ എക്സിന് എന്ത് കൊടുക്കാൻ പാടില്ല? എക്സിന് ഇവിടെ 3 കൊടുക്കാൻ പാടില്ല. ഇവിടെയാണ് എക്സിന് 5 കൊടുക്കാൻ പാടില്ല. ഇവിടെ 3 പാടില്ല, ഇവിടെ 5 പാടില്ല. നോക്ക് മക്കളെ, എത്ര കൊടുത്ത് നോക്കി? 3 - 3 0 ആവല്ലോ. എന്താ 5 - 5? 3ഉം 5ഉം അല്ലാത്ത ഏത് വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്ക് മക്കളെ, അപ്പൊ ഡൊമെയിൻ വരിക. ഡൊമെയിൻ ഇസ് ഈക്വൽ ടു ആരാടാ? 6 മൈനസ് സെറ്റ് ഓഫ് അല്ലെ? ഏത് റിയൽ നമ്പറും കൊടുക്ക. ആരൊക്കെ പാടില്ല? 3ഉം 5ഉം അല്ലാത്ത ഏത് റിയൽ നമ്പർ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. 6 മൈനസ് സെറ്റ് ഓഫ് എന്താണ്? 3,5 ആണ് ഇയാളെ ഡൊമെയിന്. 6 മൈനസ് സെറ്റ് ഓഫ് 3,5 ആണ് ഇയാളെന്ത്? ഡൊമെയിൻ. റേഞ്ച് എന്ന് പറയുമ്പോൾ 1/, ഫോം അല്ലേ? 1/, ഫോം ആണ് സമയത്ത് ഒരിക്കലും 0 വരില്ല. ബാക്കി എല്ലാ നമ്പർ നമുക്ക് എന്ത്? നമുക്ക് റേഞ്ച് കിട്ടാം. ബാക്കി നമുക്ക് നമ്പർ നമുക്ക് കിട്ടുക. 0 അല്ലാത്ത നമ്പർ പോസിബിൾ ചെയ്യാം. എന്താ നമുക്ക് വരിക? ആ റേഞ്ച് വരിക. റേഞ്ച് ഈക്വൽ ടു എന്താണ്? 6 മൈനസ് സെറ്റ് ഓഫ് എന്താണ്? 0 എന്നായിരിക്കും. 6 മൈനസ് സെറ്റ് ഓഫ് 0 എന്ത് മക്കളെ? റേഞ്ചും അതുപോലെ ഡൊമെയിനും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് ഡൊമെയിൻ റേഞ്ചും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഇവിടെ 0 ഒരിക്കലും കിട്ടില്ല മക്കളെ, കാരണം 1/, ഫോം ആണ്. മുകളിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ നോർമൽ എന്ത് വരില്ല, ഒരിക്കലും ഇവിടെ 0 ആവുന്ന കേസ് ഇവിടെ ഒരിക്കലും ഫോം ചെയ്യില്ല. അത് നമ്മൾ ക്രോസിംഗ് കോമൺ ആക്കിയാൽ മതി, സംഭവം കിട്ടും. ഓക്കെ,
f of x is equal to x minus 2 divided by x minus 6 ആണ് ഇരിക്കുക. ഈ ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും എന്താ നമുക്ക് ഫോം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് p/q ഫോം ആണല്ലോ. നിങ്ങൾ നമ്മുടെ p/q ഫോമില് പി എന്ന ആള് ഡിപ്പെൻഡ് ചെയ്യണ പി എന്തുമായിക്കോട്ടെ ക്യൂ എന്ന ഫംഗ്ഷൻ ഇത് നോക്കിയാൽ മതി. ആ ബൈ ടേം ഇല്ലടാ, ആ ബൈ ടേം ഫംഗ്ഷൻ ഒരിക്കലും എന്താ പാടില്ല, 0 ആവാൻ പാടില്ല എന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാം. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് പറയുന്നത്, നമ്മള് എക്സ് മൈനസ് ഇവിടെ എക്സിന് ഏത് നമ്പർ ആണ് കൊടുക്കാൻ പറ്റാത്തത്, 6 അല്ലാത്ത നമുക്ക് ഏ നമ്പർ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. therefore അതിന്റെ ഡൊമെയിൻ വരിക, ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് ഓഫ് എന്താണ് 6 എന്നായിരിക്കും കേട്ടോ. ആർ മൈനസ് സെറ്റ് ഓഫ് 6 എന്ന് പറയും അല്ലെ. ഏത് റിയൽ നമ്പറും കൊടുക്കുക, 6 അല്ലാത്ത ഏത് റിയൽ നമ്പറും കൊടുക്കാം. ഓക്കെ, നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇത് ഈ മുകളിൽ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പം റേഞ്ച് എന്ത് വരില്ല, r-0 എന്ന കേസ് വരാൻ പാടില്ല. കാരണം മുകളിലും അടിയിലും ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ്. 1 ഫോം ആണെങ്കിലോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, r-0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കണേ. ഓക്കേടാ, ഞാൻ y ഈക്വൽ എടുത്തു, y is equal to x minus 2 divided by x minus 6 തരും. y is equal to x minus 2 divided by x minus 6. ക്രോസ് ചെയ്യട്ടെ, y into ആരാ x minus 6 equal to ആരാടാ x minus 2 എന്ന് വരും അല്ലേ. y into x minus 6 equal to ആരാ x minus 2. therefore yx minus 6y equal to x minus 2 അല്ലേ. ഞാൻ x ഒരു ഭാഗത്ത് കീപ്പ് ചെയ്യാം. ഓക്കെ, x ടേം ഒരു ഭാഗത്ത് കീപ്പ് ചെയ്യാം. therefore yx minus x equal to അല്ലെ, y into x minus x is equal to നമ്മൾ സംഭവിക്കാൻ മക്കളെ ഇവിടെ എന്താ ആൻസർ ഇട്ട്, നമ്മളെ വളരെ മനോഹരമായ ആൻസർ ഇട്ട് നമുക്ക് ഇവിടെ വരിക, എന്താ വരിക, 6y minus 2 എന്നാവല്ലോ അല്ലെ, 6y minus 2. ഓക്കെ, അപ്പൊ x into എന്താ x into നമുക്ക് വരിക y minus 1 equal to അല്ലെ, x into y minus 1 equal to ആരാണ് 6y minus 2 എന്നുള്ള. therefore x is equal to ആരാണ് 6y minus 2 divided by എന്താടാ y minus 1 എന്നല്ലോ. ഇത് ഏത് ഫോമിലാണ്, ഇത് p/q ഫോം ആണല്ലോ. ഇവിടെ yക്ക് ഏത് നമ്പർ ആണ് കൊടുക്കാൻ പറ്റാത്തത്, ഇവിടെ yക്ക് ഏത് നമ്പർ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത, yക്ക് 1 അല്ലാത്ത എന്തും കൊടുത്തൂടെ, ഇവിടെ 0 കിട്ടാം അല്ലെ. നമുക്ക് 0 വരാം ഇവിടെ, പക്ഷെ മുകളിൽ എക്സിലുണ്ട് 0 വരാം, വൈക്ക് 0 എന്ന വാല്യൂ വരാം. ബട്ട് ഇവിടെ 1 അല്ലാത്ത നമ്പർ നമ്മൾ റേഞ്ചിൽ വരാം. therefore എന്താ റേഞ്ച് വരിക, നമ്മുടെ റേഞ്ച് ഈക്വൽ ടു നമുക്ക് r മൈനസ് സെറ്റ് ഓഫ് 1, r മൈനസ് സെറ്റ് ഓഫ് 1 റേഞ്ച് വരാം. റേഞ്ച് ഈക്വൽ ടു എന്താ വരാം, r മൈനസ് സെറ്റ് ഓഫ് 1 ആയിരിക്കും റേഞ്ച്. ഓക്കെ, നോക്കടാ, മുകളിലെ ഫംഗ്ഷന് അടിയിലെ ഫംഗ്ഷൻ വന്നാൽ റേഞ്ച് മാറാം. ക്ലിയർ അല്ലേ? അപ്പൊ ഓരോ ഫംഗ്ഷൻ ഉള്ളപ്പോൾ r മൈനസ് സെറ്റ് 1 ആയിരിക്കും. ഇവിടെ നമ്മൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏത് എക്സിന് ഇവിടെ പവർ 1 അല്ലടാ, ഇതൊക്കെ 1 അല്ലേ, ഇത് 1 ആണ് സമയത്ത് എപ്പോഴും റേഞ്ച് എന്താണ് r മൈനസ് സെറ്റ് ഓഫ് 1 എന്ന ഫോമിലായിരിക്കും വരിക. ഓക്കെ, മുകളിൽ ഫംഗ്ഷൻ ഇല്ലെങ്കിലോ r മൈനസ് സെറ്റ് ഓഫ് 0 എന്നായിരിക്കും. ജസ്റ്റ് ഓർത്ത് വെക്കുക, നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മൾ ലോജിക്കായിട്ട് ഓർത്തിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ, ഡൺ അല്ലേ, ശരി. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ഇനി ക്വാഡ്രാറ്റിക് ഫോം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡൊമെയിൻ ഫോം ചെയ്യാം. ഓക്കെ, നമുക്ക് റേഞ്ച് ഫോം ചെയ്യാൻ പഠിക്കാനില്ല. ക്വാഡ്രാറ്റിക് ഫോമിൽ നമ്മൾ എങ്ങനെ ഡൊമെയിൻ ഫോം ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് p/q ഫോമിൽ തന്നെ, p/q ഫോം ആണെങ്കിൽ കേട്ടോ, p/q ഫോമിലാണ്. മറ്റേ നമുക്കറിയാം p/q ഫോമിൽ നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാന്നാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. Find the domain of the function f of x equal to, find the domain of the function, find the domain of the function, find the domain of the function f of x is equal to x square plus 3x plus 4 divided by x square minus 5x plus 6. ഓക്കെ, ഇതൊരു സെക്കൻഡ് ഓർഡർ ആണല്ലോ മക്കളെ, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഗ്രി ആണല്ലോ, സെക്കൻഡ് ഓർഡർ ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. നോക്കിട്ടോ, 5x minus 5x plus 4 എടുക്കുക കേട്ടോ, പ്ലസ് 4 ഇങ്ങനെ എടുത്ത്. ഓക്കെ,
നമ്മൾ ചെയ്യേണ്ടത് ഇത് പി ബൈ ക്യൂ ഫോം ആണല്ലോ. നമുക്ക് എന്താ പറയാ, പി ബൈ ക്യൂ ഫോമിൽ എന്താ പാടില്ല, പി ബൈ ക്യൂ ഫോമിൽ നമ്മുടെ ബൈ ടേം 0 ആവാൻ പാടില്ല കേട്ടോ. ബൈ ടേം നമ്മളെ ബൈ ടേം എന്താ പാടില്ല, ബൈ ടേം 0 ആവാൻ പാടില്ല കേസ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ മുകളിൽ നോക്കണ്ട, ഈ മുകളിൽ എന്തായിക്കോട്ടെ മൈൻഡ് ചെയ്യണ്ട, ഈ സാധനം ആവാൻ പാടില്ല നോക്കട്ടെ. അപ്പൊ എങ്ങനെ ഉണ്ടാവും അത്, x² മൈനസ് 5x പ്ലസ് 4 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. x² മൈനസ് 5x പ്ലസ് 4 എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആയാലും മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തതിനെ ഫാക്ടർ ആക്കാൻ പഠിച്ചു ഓർമ്മയുണ്ട്, ഫാക്ടർ ആക്കാൻ അല്ല, അല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് p² മൈനസ് 4ac ബൈ 2a എന്ന കേസ് ഉപയോഗിക്കുക. അല്ലെങ്കിലോ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നോക്കിയാൽ പോരാടാ, നോക്കടാ, 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 4 ആയിരിക്കണം, അതിന്റെ സമ്മ് -5 ആയിരിക്കണം. ഓക്കെ, 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 4ഉം സമ്മ് -5 ആയിരിക്കണം. ഓക്കെ, therefore നമുക്ക് എന്താണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്താ നമുക്ക് വരിക, എന്താ ആൻസർ ഇട്ട് നമുക്ക് ഇവിടെ 2 നമ്പർ 4 അല്ലേ, ഏതെല്ലാം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആണ് 4 വരിക, എനി 2 നമ്പർ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പം 4 വരുന്ന കേസ് ആർക്കടെ വരിക, 2 × 2 2 2 4 എന്നല്ലേ, പക്ഷെ 2 + 2 5 ആണോ, അപ്പൊ അതെടുക്കാൻ പറ്റില്ല അല്ലെ. പിന്നെ ഏത് നമ്പറാണ് 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 4 കിട്ടുക, നീ വരാ നമ്പർ എന്താണ്, 1 4 അല്ലേ ഉള്ളൂ, 1 × 4 എന്താ, 1 × 4 4 അല്ലേ, 1 + 4 എന്താണ് 5 ആണല്ലോ. പക്ഷെ നമുക്ക് വേണ്ട -5 അല്ലേ വേണ്ടത്, ഒരു സൈനിന്റെ മാറ്റമുള്ളൂ നോക്കണം. 1ഉം 4ഉം ആണ് നമ്പർ വരും അല്ലെ, നമ്പേഴ്സ് വരാ 1,4 ആണ് നമ്പേഴ്സ് വരാം, 1ഉം 4ഉം വരും നമ്പർ. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താ ചെയ്യണ്ടേ, പ്രൊഡക്റ്റ് പോസിറ്റീവ് അല്ലേ അല്ലേ, സമ്മ നെഗറ്റീവുമാണല്ലോ. എപ്പോഴാണ് പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കുക, ഒന്നുകിൽ 2 നെഗറ്റീവിന്റെ പ്രൊഡക്റ്റ് എന്താണ്, പോസിറ്റീവ് ആണ്, 2 പോസിറ്റീവ് പ്രൊഡക്റ്റ് എന്താണ്, പോസിറ്റീവ് ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് വേണ്ട ഇവിടെ 2 നെഗറ്റീവ് എടുക്കട്ടെ, നെഗറ്റീവ് നോക്കി, -1 × -4 = എന്താ, +4, -1 + -4 എന്താ, -5. യെസ് അല്ലേ, കിട്ടിയല്ലോ അല്ലെ, മനസ്സിലിട്ട. അപ്പൊ x-1 × ആരാണ്, x-4 എന്നാണ് കിട്ടുന്നത് അല്ലെ. ഇത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ മാറിയല്ലോ മക്കളെ, f(x) ഈക്വൽ ടു എന്തായി മാറി, x² + 3x + 5 ഡിവൈഡ് ബൈ അല്ലെ, എന്താ ഡിവൈഡ് ബൈ ഉണ്ടാവുക, ഇവിടെ എന്താ നമുക്ക് x-1 × ആരാടാ, x-4 എന്നാണല്ലോ അല്ലെ, x-1 × x-4 എന്ന് കിട്ടില്ലേ. Therefore ഇവിടെ x-നെ ഏതെല്ലാം നമ്പറാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത നമ്പർ, 1ഉം പോസിബിൾ അല്ല, 4ഉം പോസിബിൾ അല്ല, ബാക്കി എല്ലാ നമ്പറും പോസിബിൾ അല്ലേ, എങ്കിൽ നമുക്ക് ഇതിന്റെ ഡൊമെയിൻ വരിക, ഇതിന്റെ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു അല്ലെ, ഇതിന്റെ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഡൊമെയിൻ നമുക്ക് വരിക, R മൈനസ് സെറ്റ് ഓഫ് 1,4, R മൈനസ് സെറ്റ് ഓഫ് 1,4 ആണ് ഇതിന്റെ ഡൊമെയിൻ വരിക. R മൈനസ് സെറ്റ് ഓഫ് എന്താടാ 1,4 എന്ന് കിട്ടി. R മൈനസ് സെറ്റ് ഓഫ് 1,1ഉം 4ഉം അല്ലാത്ത ഏത് റിയൽ നമ്പർ നമുക്ക് ഇവിടെ ഇതിന്റെ ഡൊമെയിൻ ആയിട്ട് വരാം, അത് ഡൊമെയിൻ. അതാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ നമ്മൾ ചെയ്യേണ്ടത്, ബൈ ടേം സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ. മുകളിലത്തെ ടേം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, മുകളിൽ എന്തുമായിക്കൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ബൈ ടേമിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചാൽ വളരെ മനോഹരമായിട്ട് അതിന് നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, f(x) ഈക്വൽ ടു x² + 2x + 1 ഡിവൈഡ് ബൈ x² - 8x + 12. ഓക്കെ അല്ലെ, വളരെ മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ വരുന്നത്. ഓക്കെ, ഇതും ഒരു സെക്കൻഡ് ഓർഡർ ആണല്ലോ, സെക്കൻഡ് ഓർഡർ ആണ്, എന്തുമാണ് ഇതൊരു p/q ഫോമാണ്, ഒരു സെക്കൻഡ് ഓർഡറുമാണ്, ഇതൊരു p/q ഫോമാണ്. ഓക്കെ, ഇതിന്റെ നമുക്ക് ഡൊമെയിൻ എന്താ വരിക, എന്താക്കിയാൽ മതി, നമ്മൾ ഇയാളെ ഫാക്ടർ ആക്കിയാൽ പോരെ. യെസ്, x² - 8x + 12 എന്താണ്, അത് നോട്ട് ഈക്വൽ 0 ആയിരിക്കും എപ്പോഴും അല്ലെ. x² - 8x + 12 ആരാടാ, നോട്ട് ഈക്വൽ ടു 0 ആവണം. ഓക്കെ, എങ്കിൽ നമുക്ക് ഫാക്ടർ ആക്കടാ, പ്രൊഡക്റ്റ് 12 ആണ്, സം -8 ആണ്.
ടു നമ്പറിന്റെ പ്രൊഡക്റ്റ് 12ഉമാണ്, സം ആരാടാ -8ഉമാണ്. എങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും മക്കളെ? എന്തൊക്കെ വരും അവിടെ? ഏതെല്ലാം നമ്പർ അല്ലെ, ഏതെല്ലാം നമ്പർ നമ്മള് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് 12 കിട്ടുക? 1 into 12. അത് ഓക്കെ ആണല്ലോ. 1 into 12 12 ആണ്. പിന്നെ 1 plus 12 ഈ 8 -8 കിട്ടോ? 1 minus 12 അപ്പം എന്താ ഇതല്ലല്ലോ. അപ്പോൾ 1 ഉം 12 അല്ല. 3 4 നോക്കി, 3 4 12 ആണ്. 3 4 സം 8 കിട്ടും. അപ്പോൾ അയാളുമല്ല. ഇനി ആരല്ല നമുക്ക് 12 വരുന്ന കേസ്? നെക്സ്റ്റ് 2 6 അല്ലേ അല്ലേ? 6 into 2 12, 6 plus 2 യെസ് 8 കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് സൈ നോക്കണേ. അപ്പൊ നമുക്ക് നമ്പർ എന്താ മനസ്സിലായടാ? 2 എന്തുമായി 6 ആൻസർ കിട്ടി അല്ലെ? നമ്പർ വരിക 2 6 നമ്മൾ എന്താ ചെയ്യണ്ടേ? നെഗറ്റീവ് കൊടുക്കണോ വേണ്ടത് ആലോചിക്കാം അല്ലെ? നമുക്ക് വേണ്ട ആൻസർ -8 ആണല്ലോ അല്ലെ? ഇവിടെ -8 അല്ലേ? ഒന്ന് ആൻസർ -8 ആണെങ്കിൽ രണ്ടുപേരും മൈനസ് ആയിരിക്കും, കാരണം പ്രൊഡക്റ്റ് പോസിറ്റീവ് അല്ലേ? അപ്പൊ മൈനസ് ആയിരിക്കും, നല്ല ആൻസർ കിട്ടുള്ളൂ അല്ലെ? പ്രൊഡക്റ്റ് പോസിറ്റീവും സമ്മ് നെഗറ്റീവും ആണെങ്കിൽ രണ്ടു പേരും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യം ഡൗട്ടും വേണ്ട. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയല്ലോ. അപ്പൊ f of x equal to x square plus 2x plus 1 ഡിവൈഡ് ബൈ എന്താ? x minus 2 into ആരാടാ? x minus 6 എന്ന് കിട്ടില്ലേ? x minus 2 into എന്ത് കിട്ടും നമുക്ക്? x minus 6 എന്ന് കിട്ടില്ലേ? therefore നമ്മുടെ ഡൊമെയിൻ വരിക, ഡൊമെയിൻ is equal to r minus set of 2, 6 ആയിരിക്കും. ഓക്കെ, നമ്മള് ക്വാർട്ടർ സെക്കൻഡ് ഓർഡറിന്റെ റേഞ്ച് നോർമലി ചോദിക്കാറില്ല, അത് പറയാത്തത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ y ഈക്വൽ കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിലേക്ക് മാറ്റണം. അതാണ് സംഭവം, റേഞ്ച് സാധനം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്നില്ല. ഡൊമെയിൻ r മൈനസ് സെറ്റ് ഓഫ് 2, 6 ആണ് ഇതിന്റെ ഡൊമെയിന്. ക്ലിയർ ആയോ? അപ്പൊ p/q ഫോം ആണ് മക്കളെ. ഇതിപ്പോ ഇങ്ങനെയാണെങ്കിലോ, ഇത് ബൈ ടേം ഇല്ലെങ്കിൽ ഡൊമെയിൻ എന്താ? ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? ഡൊമെയിൻ r ആയിരിക്കും, ഡൗട്ട് വേണ്ട അല്ലെ? കാരണം ബൈ ആയതുകൊണ്ടാണ്, p/q ഫോം ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഡൊമെയിൻ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്തൊക്കെയാ മതി? r എന്ന് കൊടുത്താൽ മതി, ബൈ ടേം ഇല്ലെങ്കിൽ. ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ക്ലിയർ? ഓക്കെ, p/q ഫോമിൽ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ മാറ്റാൻ കാരണം. അപ്പൊ ഒരിക്കലും p/q ഫോം എന്താ പാടില്ല? ബൈ ടേം 0 ആവാൻ പാടില്ല. ആ കേസോട് ഉപയോഗിക്കും നമുക്ക് ആൻസർ ഡൊമെയിൻ വരിക r മൈനസ് സെറ്റ് ഓഫ് എന്താണ്? 2, 6. ഏത് റിയൽ നമ്പറും വരാം, 2, 6 അല്ലാത്ത ഏത് റിയൽ നമ്പർ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ഡൺ. നോക്കിയോളി. ഓക്കെ ഡാ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഡൊമെയിനും റേഞ്ചും ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. f of x is equal to ഒരു ഫംഗ്ഷൻ ആണ് ലെറ്റ് f is equal to set of bracket x comma x square by 1 plus x square. x comma x square by എന്താണ്? 1 plus x square such that x belongs to r ആണ്. x belongs to r. ഇത് കണ്ടീഷൻ പറഞ്ഞു, x belongs to r. ഓക്കെ, ഒരു പേർ പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്താണ്? റിയൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, ബി ഫംഗ്ഷൻ ആണ്. നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണം. ബി എ ഫംഗ്ഷൻ, ബി എ ഫംഗ്ഷൻ ഡിറ്റർമൈൻ ഇറ്റ്സ് റേഞ്ച് അല്ലേ? ഡിറ്റർമൈൻ ഇറ്റ്സ് റേഞ്ച് ആണ് ഫോം ചെയ്യേണ്ടത്. ഡിറ്റർമൈൻ ഇറ്റ്സ് റേഞ്ച്, നമുക്ക് ഇതിന്റെ റേഞ്ച് ആണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. സ്റ്റെപ്സ് നിങ്ങൾക്ക് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും തോന്നുന്നു, ഭയങ്കര റിസ്കി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് പറയുന്നില്ല, നമുക്ക് വേറെ മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കേടാ, നമ്മൾ എക്സ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ മീനിങ് എന്താ മക്കളെ? അല്ലെ, ഇത് എക്സ് ആണ്, ഇയാളാണ് ഇയാൾ നമ്മുടെ വൈ എന്നാണ് അല്ലെ? ഒരു വൈക്ക് ഇങ്ങനെ പറയുന്നുള്ളൂ അല്ലെ? നമുക്കറിയാം നമ്മളെ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എന്നല്ലേ അല്ലെ? ദാറ്റ് ഈസ് ഈ വൈ എന്ന ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞുള്ളൂ. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ആർ എന്നാണല്ലോ. ആ എക്സ് നമുക്ക് എന്ത് കൊടുക്കുക? ഏത് റിയൽ നമ്പറും കൊടുക്കാം. ഒന്നും കൊടുത്തു നോക്കട്ടെ മക്കളെ. ഞാൻ അവിടെ എക്സിനൊരു 0 കൊടുത്ത്. എന്താ 0 കൊടുക്കുമ്പോൾ വരിക? 0 സ്ക്വയർ ബൈ 1 പ്ലസ് 0 സ്ക്വയർ. 0 സ്ക്വയർ ബൈ 1 പ്ലസ് ആരാണ്? 0 സ്ക്വയർ. പാസ് ഇട്ടാ ഇവിടെ 0 എന്ന് കിട്ടും കേട്ടോ. 0 ആവാം. എക്സ് നമ്മള് 1 കൊടുക്കുകയാണെങ്കിൽ 1 കൊടുക്കുന്ന സമയത്ത് 1 സ്ക്വയർ 1 1 ബൈ 1 പ്ലസ് 1
1/1 + 1. അപ്പൊ എന്താ നമുക്ക് വരിക ഇവിടെ 1/2 എന്നാ വരിക അല്ലെ. എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് 1/2 ആവാം. ഓക്കെ, എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 1/2 കിട്ടുന്നുണ്ട് അല്ലെ. ഈ എക്സ് നമ്മൾ 2 കൊടുക്കുകയാണെങ്കിൽ എക്സ് 2 കൊടുക്കുകയാണെങ്കിൽ 2 കൊടുക്കുകയാണെങ്കിൽ 2² 4 അല്ലേ. 4 എന്താ കിട്ടാം നമുക്ക് 4/5 എന്ന് കിട്ടാം അല്ലെ. 4/5. എക്സിന് 3 ആണെങ്കിലോ എക്സ് നെഗറ്റീവ് പോസിറ്റീവ് കൊടുക്കുക കേട്ടോ. സ്ക്വയർ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് പോസിറ്റീവ് ആയിട്ട് വരും കേട്ടോ. 3 ആണെങ്കിലോ 9/10. 4 ആണെങ്കിലോ 16/17. അത് ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുമല്ലോ. ബൈ ടേം അല്ലെ, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കും എപ്പോഴും വരിക അല്ലെ. ഇത് എപ്പോഴും നമുക്ക് 1 കിട്ടും മക്കളെ. എപ്പോഴാണ് 1 ആവാ? ഇത് 5/5 ആവണ്ടേ. സെയിം ഇവിടെ എപ്പോഴെങ്കിലും സെയിം നമ്പർ ഒരു ചെറിയൊരു 1 ഡിഫറൻസ് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. നമ്മൾ ഏത് നമ്പർ കൊടുക്കുകയാണെങ്കിലും 1ന്റെ ഡിഫറൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ഒരിക്കലും 1 കിട്ടൂല, പക്ഷെ 1 അടുത്ത നമ്പർ വരാം അല്ലെ. നമ്മള് 1/2 നമുക്ക് വരാം 0.5 എന്നല്ല കിട്ടുന്നത്. 0.5 വരാം അല്ലെ. 4/5 എത്ര? 4/5 വാല്യൂസ് നോക്കട്ടെ അല്ലെ. ഇവിടെ 5 ഇവിടെ എന്താണ് 4 ആണ്. ഇത് 5 അല്ലേ അല്ലെ. ഇവിടെ പോവോ? ഇല്ല. അപ്പൊ എന്താണ് 0 കൊടുക്കും, പോയിന്റ് കൊടുക്കും. 40 ആയി. 40 എത്ര 5 8 ടൈംസ് അല്ലേ. അപ്പൊ നമ്മളെ 1-നേക്ക് അടുത്തെത്തും, പക്ഷെ 1 എടുക്കാൻ പറ്റില്ല. 1 എപ്പോഴാണ് വരിക? സെയിം നമ്പർ ആവണ്ടേ. എങ്കിൽ നമുക്ക് റേഞ്ച് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം മക്കളെ? 0,1 ഓപ്പൺ ബ്രാക്കറ്റ് വരുള്ളൂ. 1ന്റെ അടുത്തുള്ള നമ്പർ വരെ എത്താം. 1 എടുക്കാൻ പറ്റില്ല, അതാണ് നമുക്ക് 1 ഓപ്പൺ ബ്രാക്കറ്റ് 0 ആവാം കേട്ടോ. അപ്പൊ നമ്മള് ഈ ഫംഗ്ഷന്റെ ഇങ്ങനെ പഠിച്ചാൽ മതി. കാരണം x² എപ്പോഴും x² വരിക. x² ഗ്രേറ്റർ 0 ആയിരിക്കും. എപ്പോഴും പോസിറ്റീവ് നമ്പർ കിട്ടുള്ളൂ x² അല്ലെ. 1 + x²ഓ അയാള് ഗ്രേറ്റർ 0 ആയിരിക്കും. കാരണം x² അല്ലടാ, ഒരു പ്രശ്നമില്ല അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ മതി. നമുക്കപ്പോ 0 മുതൽ ആര് വരെ വരിക? 0 വരിക, 0.1 വരിക, 1 വരില്ല അല്ലെ. അപ്പോ ക്ലോസ് ബ്രാക്കറ്റ് എന്താണ്? 0,1. ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. എന്തുകൊണ്ടാണ് 1 വരുന്നില്ല? കാരണം 4/5 അല്ലെങ്കിൽ എന്താണ് 16/17 ഒരു ഈക്വൽ ആയിട്ട് വരില്ല. ചെറിയ 1ന്റെ ഡിഫറൻസ് എപ്പോഴും എന്തുണ്ടാവും? ന്യൂമറേറ്ററും അതേപോലെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നു. അപ്പൊ ആൻസർ ഇട്ട 0 to 1 ആയിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കാം മക്കൾ കേട്ടോ. അപ്പോൾ സ്റ്റെപ്സ് പറഞ്ഞാൽ കുറെ വൈഡ് സ്റ്റെപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചാൽ കൺഫ്യൂഷൻ ആകുമ്പോൾ ഞാനത് അങ്ങനെ പറയാം. അപ്പം ജസ്റ്റ് നമ്മൾ വാല്യൂസ് കൊടുത്താൽ മതി. നമുക്ക് വാല്യൂ കൊടുത്താൽ വളരെ പെട്ടെന്ന് കിട്ടൂലേ. അപ്പോൾ നമ്മൾ വാല്യൂസ് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൺ. ഓക്കേടാ, നെക്സ്റ്റ് കേട്ടോ മറ്റു ക്വസ്റ്റൻ ആണ് എന്ത്? നമുക്ക് റേഞ്ചും ഡൊമൈനും കണ്ടുപിടിക്കുക. റേഞ്ചും ഡൊമൈനും കണ്ടുപിടിക്കാൻ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അത് നമുക്ക് f(x) കേട്ടോ റേഞ്ച് ആണ്. f(x) ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യന് എക്സ്. f(x) x ആണല്ലോ. ഈ ക്വസ്റ്റ്യന്റെ റേഞ്ച് എന്തോ ക്വസ്റ്റ്യൻ പറഞ്ഞു. റൈറ്റ് ദ റേഞ്ച്, ഡിറ്റർമിൻ റേഞ്ച്. f(x) ഈക്വൽ ടു എക്സ് ആരാ മക്കളെ? ഒരു ഫംഗ്ഷൻ പേരുണ്ടല്ലോ, അത് എന്ത് ഫംഗ്ഷനാണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ അല്ലേ. അതിന്റെ റേഞ്ച് ആരാണ്? നമ്മൾ മുന്നേ പഠിച്ചല്ലേ, റിയൽ നമ്പർ അല്ലേ. കിട്ടല്ലോ, ഗ്രാഫ് വരച്ച് വെക്കാൻ മതി, പരിപാടി ചെയ്യും. ഓക്കെ, അപ്പൊ റേഞ്ച് വരിക, റേഞ്ച് ഈക്വൽ ടു ആരടാ? റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, രണ്ടാം ദിവസത്തിന് f(x) ഈക്വൽ ടു x² + 2 എന്നാണ്. x² + 2 എന്ന ഫംഗ്ഷന്റെ റേഞ്ച് എന്തായിരിക്കും? x² + 2 നമുക്കറിയാം. നമുക്ക് എന്തറിയാം? x² എന്ന ആള് x²ന്റെ എപ്പോഴും എന്താ വരിക? ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0. ഒരു ഡൗട്ടും വേണ്ട അല്ലെ. x² എപ്പോഴും ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. ഇത് എന്ത് ഫംഗ്ഷനാണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. പോളിനോമിയൽ ഫംഗ്ഷന്റെ റേഞ്ച് എന്താടാ? 0 to ∞ എന്നല്ലേ. പോളിനോമിയൽ ഫംഗ്ഷന്റെ റേഞ്ച് 0 to ∞ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ x² + 2 ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട രണ്ട് ഭാഗത്ത് ഒരു 2 ആഡ് ചെയ്യട്ടെ. x² + 2 ഇവിടെ 2 ആഡ് ചെയ്ത് അതേപോലെ നമ്മളിവിടെ 0 + 2 ഇവിടെ 2 ആഡ് ചെയ്തു. അപ്പൊ എന്നിട്ട് നമുക്ക് ഇതെന്തായി? ഈ ഫംഗ്ഷൻ പോലെ ആയല്ലോ. റിഫർ എന്ത് വരിക? f(x) ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 2 എന്നായല്ലോ. ഇയാളെ റേഞ്ച് എന്താ വരിക? 2 to ∞ അല്ലെ. 2 മുതൽ ആരാണ്? ∞ വരെ ആയിരിക്കും. ഓക്കെ, അപ്പൊ റേഞ്ച് നമുക്ക് വരാം. റേഞ്ച് ഈക്വൽ ടു എന്താടാ? 2, ∞ ക്ലോസ് ടു ഓപ്പൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഫീൽ ചെയ്യാൻ വളരെ ചാൻസ്
കൂടുതൽ. അപ്പൊ നമ്മൾ നോക്കടാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഗ്രാഫ് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും അല്ലെ. ഇത് എന്ത് ഫംഗ്ഷനാണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ. എന്താ നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ ഗ്രാഫ് മക്കളെ? അത് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ കിട്ടാം. ഇതാണ് ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്, എഫ് ഓഫ് എക്സ് സ്ക്വയർ അല്ലെ. ഇവിടെ എക്സ് സ്ക്വയർ മീനിങ് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 0 എന്ന് കൊടുത്തൂടെ ഇയാളെ അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 0 എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെ കിട്ടുകൊണ്ട് ടച്ചിങ് എന്താ വരിക? 0 എന്നാണല്ലോ. ഇവിടെ 2 അല്ലേ, അപ്പൊ എന്ത് ഗ്രാഫ് വരിക? 0 ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ എക്സിന് എന്ത് കൊടുക്കുകയാണെങ്കിലും ഒരു +2 എന്ന വാല്യൂ അഡീഷൻ, അപ്പൊ 2 മുതൽ അങ്ങോട്ട് പോലെ പോകുള്ളൂ. അപ്പൊ ദർഫോർ നമുക്ക് ഗ്രാഫ് വരിക എക്സ് സ്ക്വയർ പ്ലസ് 2 ഗ്രാഫ് എങ്ങനെ നമുക്ക് വരിക? 2 കൂടാണ് പാസ് ചെയ്യുക, ഇങ്ങനെ വരുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ റേഞ്ച് വരിക 2 to ഇൻഫിനിറ്റി. അവിടെ വെച്ചാൽ പോരെ അല്ല. അപ്പൊ എക്സ് സ്ക്വയർ ഇവിടെ എന്ത് ടേം ആണെങ്കിലും അതി ടു എന്ത് വരും? ഇൻഫിനിറ്റി എന്നായിരിക്കും വരിക. ഓക്കെ, മൈനസ് ആണെങ്കിലോ -2 to ഇൻഫിനിറ്റി ആയിരിക്കും. നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാം മക്കളെ. ലിങ്ക് പഠിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കടാ, ഇതാണ് സ്റ്റെപ്പ്. എക്സ് സ്ക്വയർ എപ്പോഴും ഇങ്ങനെയായിരിക്കും. പിന്നെ അപ്പൊ നമ്മൾ ഈ സാധനത്തിനെ ഇതുപോലെ ആക്കിയതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫോമിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആൻസർ എന്തുണ്ട്? നമുക്ക് 2 to ആരടാ ഇൻഫിനിറ്റി ആയിരിക്കും. ഇതിന്റെ എന്ത് വരും? നമുക്ക് റേഞ്ച് വരുന്നത് 2 to ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്ക് ഏത് പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും നിങ്ങൾക്ക് എന്താണ് റേഞ്ച് ആ കണ്ടീഷൻ ഉപയോഗിച്ച് വരച്ചാൽ മതി. ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഗ്രാഫ് വരച്ച് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാൻ മക്കളോ കേട്ടോ. നമുക്ക് ഏത് ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എനി ഐഡിയ ഏത് കേസ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ നമ്മൾ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, റേഞ്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ഇത് റേഞ്ച് കേട്ടോ. ഒരു വേറെ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷനെ 2 - 3x ആണ്. എക്സ് ഗ്രേറ്റർ 0 ആണ് കണ്ടീഷൻ പറയുന്നുണ്ട്. ഓക്കേടാ, നമുക്ക് ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എക്സ് ബിലോങ്സ് ടു ആർ ആണ് കേട്ടോ. എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നുണ്ട്. എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നുണ്ട്. എക്സ് ബിലോങ്സ് ടു ആർ ഉണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 അവിടെ എക്സ് നമുക്ക് എന്തും കൊടുക്കാം. ഡൊമൈൻ എന്താ? ആറായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് നിങ്ങൾ 1 കൊടുക്കും മക്കളെ. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സ് 0 കൊടുക്കുമ്പോൾ എക്സിന് എക്സ് ബിലോങ്സ് ടു ആർ ആണ്. പിന്നെ കണ്ടീഷൻ എന്ത് പാടില്ല നമുക്ക്? ഒരിക്കലും ഇവിടെ നെഗറ്റീവ് നമ്പർ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നോക്കിയടാ, എക്സ് നമ്മൾ 0 കൊടുക്കുമ്പോൾ 0 കൊടുക്കുന്ന സമയത്ത് അപ്പൊ 2 - 3x ആണ്. എക്സ് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ എക്സിന് 0 ആണെങ്കിൽ 2 കിട്ടും അല്ലെ. എക്സിന് 1 ആണെങ്കിലോ 2 - 3 × 1 ഇങ്ങനെ ഓരോ വാല്യൂസിന് കൊടുത്തു നോക്കിയാൽ മതി. അപ്പൊ കൺഫ്യൂഷൻ ഫീൽ ചെയ്യാനൊന്നും ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ മാറ്റാം. എക്സ് ഇങ്ങനെ കൊടുത്തു, ഈ കണ്ടീഷൻ അത് എടുത്തു വിടാം. കണ്ടീഷൻ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇനി ഈ സാധനത്തിന് നമ്മൾ എന്താക്കണം? ഇതുപോലെ ആക്കി മാറ്റണം. ഈ എക്സിനെ ഈ ഫോമിലേക്ക് മാറ്റാൻ പോകണം. എന്താ ചെയ്യണ്ടേ? മൊത്തം ക്വസ്റ്റ്യൻ നമ്മൾ ഒരു -3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇൻറ്റു എന്താ അപ്ലൈ ചെയ്യുക? ഒരു -3 കൊടുത്തു. ഓക്കെ, അത് സംഭവിക്കടാ -3x ലെസ് ദാൻ 0 എന്ന് വരും. ഞാൻ പറഞ്ഞേ നെഗറ്റീവ് നമ്പർ കൊണ്ട് നമ്മൾ മുന്നേ പഠിച്ചാണ്. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് സിമ്പലിനെ റിവേഴ്സ് ചെയ്യണം. അപ്പൊ അങ്ങനെ വന്നല്ലോ. ദർഫോർ ഇവിടെ നമുക്ക് 2 ആഡ് ചെയ്തിട്ടുണ്ട്. ഭാഗത്തും 2 ആഡ് ചെയ്യട്ടെ. ബാലൻസ് നമുക്ക് വരിക 2 ആഡ് ചെയ്യുമ്പോൾ 2 - 3x ലെസ് ദാൻ നമുക്ക് വരിക 0 + 2. രണ്ട് ഭാഗത്ത് 2 ആഡ് ചെയ്തു. ഓക്കെ, ദർഫോർ നമ്മൾ എന്ത് പോയ ഫംഗ്ഷൻ ആയല്ലോ അല്ലെ, എഫ് ഓഫ് എക്സ് ആയി അല്ലെ. ഇത് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എഫ് ഓഫ് എക്സ് കിട്ടി. അപ്പോൾ ലെസ് ദാൻ നമുക്ക് 2 ആണല്ലോ. മീനിങ് എന്താണ്? എക്സിന്റെ വാല്യൂ 2 ചെറുതാണല്ലോ. ദർഫോർ റേഞ്ച് വരിക -∞, -2 ഓപ്പൺ. ഇതാണ് റേഞ്ച്. ഓക്കെ, ഇതിൽ വേറെ മെത്തേഡ് ഉണ്ട്. അപ്പം കൺഫ്യൂഷൻ ആവശ്യമാണ്. ഇങ്ങനെ ഈ കണ്ടീഷൻ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്താണ് കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? എക്സ് നിങ്ങൾ ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കിട്ടാൻ ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ ഒരിക്കലും നമുക്ക് എന്ത് വരില്ല? നെഗറ്റീവ് നമ്പർ കിട്ടുള്ളൂ അല്ലെ. 2 വരാം, കാരണം 2 കിട്ടാം, കാരണം ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. 1 വരുമോ? 1 ഒന്നുകൂടെ മക്കളെ. അങ്ങനെ 1 കിട്ടുക. എക്സിന് എപ്പോഴും 1 കിട്ടുക. ഞാൻ അപ്പോൾ ഇവിടെ എക്സിന് 2 കിട്ടോ? 2 കിട്ടൂല. 1 വരെ. എങ്ങനെ എക്സിന് ഇവിടെ എന്താ അപ്ലൈ ചെയ്യാം? എക്സിന് ഒരു 1.5 എടുത്ത് എക്സിന് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. എക്സിന് നമ്മളൊരു 2 കൊടുക്കുമ്പോൾ 2 കൊടുക്കുമ്പോൾ
എക്സ് നമ്മൾ 2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 3 × 2 6 അല്ലേ. അപ്പോൾ 2 - 6 അല്ലേ, കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ നമുക്ക് നെക്സ്റ്റിന് 1/2 കൊടുക്കാം, 1/2 അല്ലേ. അപ്പം എന്താ നമുക്ക് -3/2 അല്ലേ, -3/2 എന്ന് വെച്ചിട്ട് നമുക്ക് 2 - 3/2 1.5 അല്ലേ, 0.5 വരാം അല്ലേ, 0.5 കിട്ടുക. പിന്നെ നമുക്ക് 1.5 ഒക്കെ വരാം, കാരണം നമ്മൾ എക്സ് 0 എടുക്കുന്ന സമയത്ത് 2 - 3 × 0, അപ്പൊ 0 അല്ലാത്ത 0.1 കൊടുത്തു വിടാം. അപ്പൊ 2 വരില്ല എന്നുള്ളൂ, 0 എടുക്കാൻ പറ്റില്ല. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആക്കിയാൽ മതി, ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇത് കേസ് ഉപയോഗിച്ചാൽ നമ്മൾ ഇത് ഈ ഇനീക്വാലിറ്റി ചാപ്റ്ററിൽ പഠിക്കുകയാണെങ്കിൽ ഡീപ്പായി പഠിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അപ്പം ഓർത്ത് വെക്കുക, നെഗറ്റീവ് നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ സിമ്പിളിനെ റിവേഴ്സ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ കൂളായിട്ട് തന്നെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, വളരെ വ്യക്തമായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഞ്ച് കേട്ടോ. സംഭവം ലോജിക് എന്നാണ് എക്സിനൊരു ഇങ്ങനെ നമ്മൾ ഒരുപാട് കേസ് റേഞ്ച് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ കണ്ടീഷൻ ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റിയാൽ മതി. അപ്പോൾ കണ്ടീഷൻ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, വേറെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, വേറെ മെത്തേഡും ഉണ്ട്, ഒരുപാട് മെത്തേഡ് ഉപയോഗിക്കാം നമുക്ക് റേഞ്ചിന്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വാല്യൂസ് എക്സിന് ഓരോ വാല്യൂ എടുക്കുമ്പോൾ നമ്മളതിൻ്റെ ഈ ഫംഗ്ഷൻ എന്താണ് ആവുന്നത്, ആ കിട്ടുന്ന വാല്യൂ ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതാണ് റേഞ്ചും ഡൊമൈനും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡൊമൈനും റേഞ്ചും ഫംഗ്ഷൻ്റെ ഡൊമൈൻ റേഞ്ചും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് എന്ത്, സിമ്പിൾ പാർട്ടാണ് കേട്ടോ, സിമ്പിൾ പാർട്ടാണ് ഓൾജിബ്ര ഓഫ് 2 റിയൽ ഫങ്ഷൻസ്. ഓക്കെ, ഓൾജിബ്ര ഓഫ് 2 ഫങ്ഷൻസ്, 2 ഫംഗ്ഷൻ്റെ ഓൾജിബ്ര. ഓക്കെ, ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസ് ലാസ്റ്റ് ഹെഡിങ് കേട്ടോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹെഡിങ് ആണ് കേട്ടോ. Algebra of real functions. Algebra of real functions കേട്ടോ. ലാസ്റ്റ് പാർട്ടാണ്, അടിപൊളി പാർട്ട്, algebra of real functions. ഓക്കെ, നമുക്ക് ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻ മീൻ ചെയ്യുന്നത് 2 ഫംഗ്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യാം, 2 ഫംഗ്ഷൻ എങ്ങനെ ഡിഫറൻസ് ചെയ്യാം, 2 ഫംഗ്ഷൻ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, അത്രയുള്ള 4 കേസ് പഠിക്കാണ്ട് സിമ്പിൾ പാർട്ടാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ എഫ് പ്ലസ് അഡീഷൻ ആണ്, എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഓക്കെ, 2 ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം, ഒന്നും ചെയ്യാനില്ല. എന്താ ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, ഇത്രയേ ഉള്ളൂ അല്ലേ. 2 ഫംഗ്ഷൻ ഡയറക്റ്റ് ആഡ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, രണ്ടാമത്തെ എഫ് മൈനസ് ജി ഓഫ് എക്സ്, എങ്ങനെ 2 ഫംഗ്ഷന്റെ ഡിഫറൻസ് എന്താണ്, ഒന്നും ചെയ്യാനില്ല. എഫ് ഓഫ് എക്സ് മൈനസ് ആരാടാ, ജി ഓഫ് എക്സ് തന്നെയാണ് അല്ലേ. ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം, ഡിഫറൻസ് ചെയ്യാം. എഫ് ജി നമുക്ക് ഇവൻ തരും, എഫും അറിയാം ജിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഫ് പ്ലസ് കാണാം, എഫ് മൈനസ് കാണാം, നമുക്ക് എന്തും കാണാടോ, എഫ് ജിയും കാണാം അല്ലേ. ഇയാളെ മൾട്ടിപ്പിളും ചെയ്യാം. എന്താ കിട്ടുക ആൻസർ, അത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ആരാടാ, ജി ഓഫ് എക്സ്. ക്ലിയർ? അടുത്ത് എഫ് ബൈ ജി ഓഫ് എക്സ് എന്നല്ലേ അല്ലേ. എന്താണ് ഡിവിഷൻ ചെയ്യേണ്ടത്, എഫും അറിയാം ജിയും അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കോമ ജി ഓഫ് എക്സ് എന്താണ്, നോട്ട് ഈക്വൽ 0 ആയിരിക്കണം. ജി ഫംഗ്ഷൻ എന്താൻ പാടില്ല, ജി ഫംഗ്ഷന് 0 ആവാൻ പാടില്ല. ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ഈ 4 ഫംഗ്ഷൻ ആണ് ആൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ്. ഞാൻ റിയൽ ഫംഗ്ഷൻസിന്റെ സമ്മ് ചെയ്യുക, ഡിഫറൻസ് ചെയ്യുക, പിന്നെ പ്രൊഡക്റ്റ് ചെയ്യുക, പിന്നെ ഡിവൈഡും ചെയ്യാം. ഓക്കെ, ഇതിന് റേഞ്ച് സെയിം ആയിരിക്കും, ഡൊമൈനൊക്കെ സെയിം ആണ്, എന്തെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, പ്രോബ്ലം ആണ് ഫൈൻഡ് എഫ് പ്ലസ് ജി. ചിലപ്പോൾ എക്സ് ഇങ്ങനെ പറയണം, എക്സ് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല മക്കളെ കേട്ടോ, ചിലപ്പോൾ ക്വസ്റ്റിന് എക്സ് പറഞ്ഞില്ലെങ്കിലോ നോ പ്രോബ്ലം. എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി ഓഫ് എക്സ്, എഫ് ജി ഓഫ് എക്സ്, എഫ് ബൈ ജി ഓഫ് എക്സ്, ഇത്രയുണ്ട്. ഓക്കെ, ബി ഫൈൻഡ് കാണാൻ പറഞ്ഞേ, ബി ടു റിയൽ ഫംഗ്ഷൻസ് ഗിവൺ ആണ് മക്കളെ, ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്,
ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ആരാണ് നമ്മുടെ 2x പ്ലസ് 1 ഓക്കെ. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയറുമാണ്, ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്താടാ 2x പ്ലസ് 1 ഓക്കെ. ചെയ്യട്ടെ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണ്? ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് പ്ലസ് ആരാടാ ജി ഓഫ് എക്സ് അല്ലേ ഈക്വൽ ടു നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാ മക്കളെ? എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് എന്താടാ 2x പ്ലസ് 1 ഇത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്ത് രണ്ടാമത്തെ നമുക്ക് വരിക എഫ് മൈനസ് ജി ഓഫ് എക്സ്. നമുക്ക് എന്തുവാ കിട്ടുക മക്കളെ? എഫ് മൈനസ് ജി ഓഫ് എക്സ് ആരാണ് അല്ലേ? എന്താ കിട്ടാ നമുക്ക്? എഫ് ഓഫ് എക്സ് മൈനസ് ആരാണ്? ജി ഓഫ് എക്സ്. ഇത്രയേ ഉള്ളൂ. മൈനസ് ചെയ്യാം, ഫംഗ്ഷൻ മൈനസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നോക്കിയടാ ഈക്വൽ ടു നമുക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് ആർ നമ്മുടെ എക്സ് സ്ക്വയർ അല്ലടാ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ബ്രാക്കറ്റ് മസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ജി എന്ന ഫംഗ്ഷൻ രണ്ടുപേരുണ്ടല്ലോ, ബ്രാക്കറ്റ് മസ്റ്റ് ആണ്. ഇവിടെ ആരാ വരിക? 2x പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ. ഇതന്നെയാക്കി നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്ന ആരാണ്? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1. ഓക്കെ. അഗെയിൻ തേർഡ് നമുക്ക് മെയിൻ ചെയ്യണത് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. എന്താ വരിക? എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. അത് ആരാ മക്കളെ? അഗെയിൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു അല്ലെ എഫ് ഓഫ് എക്സ് മൾട്ടിപ്പിൾ എന്താടാ? ജി ഓഫ് എക്സ് അല്ലെ. എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ്? ജി ഓഫ് എക്സ്. ഓക്കെ. ദാറ്റ് ഈസ് നമുക്ക് ആൻസർ ഇടുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് സ്ക്വയർ എന്നല്ലേ അല്ലെ. ആൻസർ ഇട്ടാൽ നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു ആരാടാ 2x പ്ലസ് 1 എന്നല്ലേ. ഓക്കെ. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ. ആൻസർ ഇട്ടാ ഈക്വൽ ടു വരിക 2x ക്യൂബ് പ്ലസ് ആരാ മക്കളെ? എക്സ് സ്ക്വയർ അല്ലെ. 2x ക്യൂബ് പ്ലസ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്താ? 2x ക്യൂബ്. എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്താ? എക്സ് സ്ക്വയർ. ഓക്കെ. എഗെയിൻ നമ്മളെ ഫോർത്ത് മെയിൻ ചെയ്യുന്നത് എഫ് ബൈ ജി ഓഫ് എക്സ് ആണ്. എഫ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ. നമ്മുടെ എഫ് ബൈ ജി ഓഫ് എക്സ് ആണ് മക്കളെ വരിക. അത് വളരെ കൂളാം സമയം ടു ഒന്നും ചെയ്യാനില്ല. എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2x പ്ലസ് 1 എന്നാണ്. എന്താണ് ഇവിടെ? എക്സ് 2x പ്ലസ് 1 എന്താൻ പാടില്ല? നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇവിടെ നമ്മൾ ഡൊമൈൻ ചേഞ്ച് ചെയ്യും. ബാക്കിയൊക്കെ ഡൊമൈൻ റിയൽ നമ്പർ ആയിരിക്കും. നമ്മൾ പി ബൈ ക്യൂ ഫോമിൽ ഡൊമൈൻ എന്താ ചേഞ്ച് ചെയ്യാം. എന്താണ്? സം ചെയ്യാം. സിമ്പിൾ പറഞ്ഞിട്ട് 2 ഫംഗ്ഷൻ ഗിവൺ തരും, ആഡ് ചെയ്യാം, പ്ലസ് ചെയ്യാം. ഇനി ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എഫ് പ്ലസ് ജി ഓഫ് 2 ആണെങ്കിലോ? നിങ്ങൾ ഇവിടെ ചെയ്തില്ല, സമ്മ് ചെയ്തില്ലടാ. നിങ്ങൾ ആദ്യം ചെയ്യാം. ഇവിടെ എക്സിന് 2 എന്ന് കൊടുക്കാം. അല്ലാതെ ആദ്യമേ 2 കൊടുക്കാൻ പാടില്ല. ആദ്യം ഫംഗ്ഷൻ ഉണ്ടാക്കുക. 2 ഫംഗ്ഷൻ നമ്മൾ സമ്മ് ചെയ്തു. ഓക്കെ. നോക്കടാ, ഒന്നും ചെയ്യാനില്ല. നോക്കടാ, ഇവിടെ എഫ് പ്ലസ് ജി ഓഫ് 2 എന്ന് കാണാൻ പറഞ്ഞു. എഫ് പ്ലസ് ജി ഓഫ് 2. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മക്കളെ? എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് പ്ലസ് ആരാടാ? ജി ഓഫ് എക്സ് എന്നല്ലേ. അത് എന്താ ആൻസർ ഇട്ട്? ഈ സാധനമാണല്ലോ. ഇവിടെ ഒക്കെ 2 കൊടുക്കട്ടെ. 2 ആൻസർ നമുക്ക് 2 സ്ക്വയർ അല്ലേ. ഇപ്പൊ 2 സ്ക്വയർ പ്ലസ് ആരാടാ? 2 ഇൻറ്റു 2 പ്ലസ് ആരാണ്? 1 അല്ലേ. എന്താ 2 സ്ക്വയറിന്റെ വാല്യൂ? 4 പ്ലസ് 4 പ്ലസ് 1 9 കിട്ടി. അത്രയേ ഉള്ളൂ. അവിടെ നമുക്ക് നമ്പർ ആണെന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാനില്ല. ആദ്യം ഫംഗ്ഷൻ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മൾ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ വാല്യൂ കൊടുക്കാൻ പാടില്ല. രണ്ടിലും ആദ്യം വാല്യൂ എടുക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ. ക്ലിയർ? ഓക്കെ. ആദ്യമേ കൊടുത്താൽ കിട്ടും കേട്ടോ. കാരണം 2 അല്ല ഇവിടെ. 2 സ്ക്വയർ എന്താണ്? 4. പിന്നെ എക്സ് പ്ലസ് 1 ഇവിടെ 2 ഇൻറ്റു 2 4 പ്ലസ് 1. പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആദ്യം ഫംഗ്ഷൻ ഉണ്ടാക്കുക. ചില വേറെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് റിസ്ക് ആയിരിക്കും. അപ്പം നിങ്ങൾ ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ. അഡീഷൻ ആകുമ്പോൾ കേട്ടോ. ക്ലിയർ? ഓക്കെ ആണല്ലോ. ഓക്കെ. ഓക്കേടാ. നെക്സ്റ്റ് പ്രോബ്ലം ആണ്. നമ്മൾ എഫ് പ്ലസും എഫ് മൈനസും ഉപയോഗിച്ച് നെക്സ്റ്റ് പ്രോബ്ലം കേട്ടോ. ലെറ്റ് എഫ് ഓഫ് എക്സ് is equal to എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് equal to എക്സ് ആണ് ആൻഡ് ജി ഓഫ് എക്സ് equal to റൂട്ട് എക്സ്. എഫ് ഓഫ് എക്സ് എക്സ് ആണ്, ജി ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്. B2 functions, B2 real functions. Find f plus g, f minus g, f g and എന്താണ് f by g കേട്ടോ. ഇവിടെ x ഇല്ലേ, നമ്മൾ ചെയ്യുമ്പോൾ x അപ്ലൈ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നമ്മൾ x കൊടുത്താൽ മതി. ഓക്കെ. നോക്ക് മക്കളെ, ഫസ്റ്റ് എന്താ ആൻസർ വരാം നമുക്ക്? f plus g അല്ലേ. f
പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണത്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണല്ലോ അല്ലേ? നമുക്ക് ഈക്വൽ ടു വരെ എന്താണ്? എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതേമാതിരി എന്ത് ഞങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അഗൈൻ നെക്സ്റ്റ് നോക്കിയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്നല്ലേ? അതൊന്നും ചെയ്യാനില്ലല്ലോ. ആരാ വരിക? എക്സ് മൈനസ് റൂട്ട് എക്സിന് കൊടുക്കുക അല്ലേ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് അല്ലേ, നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ മീൻ ചെയ്യണത് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നല്ലേ? നമുക്ക് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്നാണല്ലോ. നമുക്ക് റൂട്ട് എക്സിനെ എന്തെന്ന് പറയാൻ പറ്റും? എക്സ് റേസ് ടു 1/2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നോക്കി മക്കളെ, എക്സ് ഇൻറ്റു ആരാ? എക്സ് റേസ് ടു 1/2 എന്നാണല്ലോ അല്ലേ? എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്ന് കിട്ടും അല്ലേ? ഇതെന്ത് ഫോമാടാ? എ റേസ് ഇവിടെ 1 ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? 1 ഉണ്ടാവില്ലടാ. എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം എന്താ? എ റേസ് ടു എൻ പ്ലസ് എം എന്നാണല്ലോ. ദെർഫോർ നമുക്ക് ആൻസർ കിട്ടാം. നമുക്ക് എക്സ് റേസ് ടു ആരടാ? 3/2 എന്നാ വരും കേട്ടോ. കാരണം 1a + 1/2 അല്ലടാ. 1a + 1/2 ആരാ? 1.5 അല്ലേ? 3/2 അല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഫോർത്ത് 1 എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ആരാ മക്കളെ വരിക? എക്സ് ബൈ റൂട്ട് എക്സ് അല്ലേ? ഇവിടെ മാറ്റുക അല്ലേ? എക്സ് ബൈ എക്സ് റേസ് ടു ഹാഫ് എന്ന് വരും അല്ലേ? ഹാഫ്. ഓക്കെ, നമുക്കറിയാടാ ഇവിടെ എക്സ് റേസ് ടു 1 ഉണ്ടല്ലോ, ഇവിടെ ഹാഫും ഉണ്ടല്ലോ. ഇങ്ങനെ ഇതെന്ത് ഫോമാണ്? എ റേസ് ടു എൻ ബൈ എ റേസ് ടു എം എന്താ? എ റേസ് ടു എൻ മൈനസ് എം ആണ് വരിക. എ റേസ് ടു എൻ മൈനസ് സംഭവം നമ്മൾ ചെയ്യേണ്ടത് 1 ഈ പവർ മൈനസ് ചെയ്യാം. ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക, പ്രൊഡക്റ്റ് ആണെങ്കിലോ മൾട്ടിപ്പിളും ചെയ്യുക കേട്ടോ. അല്ല, പ്രൊഡക്റ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക. പ്രൊഡക്റ്റ് വന്നാൽ പ്ലസ് ചെയ്യുക, ഡിവിഷൻ ആണെങ്കിലോ മൈനസ് ചെയ്യുക. അപ്പോൾ 1 ഹാഫ് ബൈ എത്ര? ഹാഫ് തന്നെ. അപ്പോൾ എക്സ് റേസ് ടു ഹാഫ് എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നമ്മൾ സം ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ആ ഫോമിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഫംഗ്ഷൻ ആണെന്ത്? നമ്മുടെ എഫ് ഓഫ് എക്സ് ലെറ്റ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫും നമുക്ക് ക്വസ്റ്റ്യനിലെ എഫും അതുപോലെ ജി ഫംഗ്ഷൻ ഉണ്ടാവും കേട്ടോ. എക്സ് ഫംഗ്ഷന് എക്സ് പ്ലസ് 1 ആണ് ആൻഡ് ജി ഫംഗ്ഷൻ ജി ഓഫ് എക്സ് നമുക്ക് ഫംഗ്ഷൻ വരിക 2x മൈനസ് 1 ആണ് കേട്ടോ. 2x മൈനസ് 1 നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞ ഇവിടെ എഫ് പ്ലസ് ജി കാണണം. ഓക്കെ, 2x മൈനസ് 3 ആക്കട്ടോ. ഫൈൻഡ് ഓക്കെ, ഫൈൻഡ് എഫ് പ്ലസ് ജി ഓഫ് 3 കാണണം. അതുപോലെ സെക്കൻഡ് എന്താണ്? എഫ് മൈനസ് ജി ഓഫ് എക്സ് കാണണം കേട്ടോ. അവിടെ എക്സ് തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തത് എഫ് ഇൻറ്റു ജി ഓഫ് 4 കാണണം. ഓക്കെ, ഫോർത്ത് 1 പിന്നെ എഫ് ബൈ ജിയും കാണണം. എഫ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട, ആദ്യം പ്ലസ് ചെയ്തിട്ട് ആദ്യം പ്ലസ് ചെയ്യുക, പിന്നാണ് കിട്ടിയ ആൻസറിൽ നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ കേട്ടോ. ഓക്കെ, നോക്കുക മക്കളെ, ആൻസർ ഇട്ടാ ഒന്നാമത്തെ എഫ് പ്ലസ് ജി ഓഫ് എക്സ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കട്ടെ. എന്താ ആൻസർ ഇട്ടാ? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നുള്ള ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 പ്ലസ് 2x മൈനസ് 3 അല്ലേ? ഈക്വൽ ടു വരിക 3x മൈനസ് 2 എന്നാവല്ലോ അല്ലേ? എക്സ് പ്ലസ് 2x എന്താ? 3x 1 മൈനസ് 3 മൈനസ് 2 അപ്പോൾ കിട്ടിയല്ലോ. എന്ത് ചെയ്യണം നമ്മൾ? എഫ് പ്ലസ് ജി ഓഫ് എന്ത് കൊടുക്കടാ? 3 എന്ന് കൊടുക്കുക. എഫ് പ്ലസ് ജി ഓഫ് 3 എന്താ ആൻസർ ഇട്ട് നമുക്ക് വരിക? 3 × 3 മൈനസ് 2 അല്ലേ? 3 × 3 മൈനസ് 2 3 9 9 മൈനസ് 2 എന്നിട്ട് നമുക്ക് 7 കിട്ടിയല്ലോ. ആൻസർ വരിക നമുക്ക് 7 ആയിരിക്കും. ഓക്കെ, 3 + 1 4 പിന്നെ 4 മൈനസ് 5 1 2 × 6 7. ഓക്കെ, എഫ് പ്ലസ് ജി അത് കണ്ടുപിടിച്ച് പിന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതേപോലെ അടുത്ത നമുക്ക് എഫ് മൈനസ് ജി അല്ലേ? എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് മൈനസ് ആരാടാ? ജി ഓഫ് എക്സ് ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ആൻസർ കിട്ടാ എക്സ് പ്ലസ് 1 അല്ലേ? എക്സ് പ്ലസ് 1 നമ്മൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് 1 പിന്നെ മൈനസ് ഓഫ് ബ്രാക്കറ്റ് മസ്റ്റ് ആണ്. മൈനസ് ഓഫ് നമുക്ക് 2x മൈനസ് 3 എന്ന് കിട്ടും അല്ലേ? therefore ഈക്വൽ ടു അല്ലേ? ഇവിടെ ആളുകൊണ്ട് നമുക്ക് എക്സും അല്ലേ? എക്സ് ഇവിടെ മൈനസ് 2x എന്നല്ലേ? ആൻസർ നമുക്ക് മൈനസ് എക്സ് എന്നാവും. പിന്നെ ആണെങ്കിലോ മൈനസ് മൈനസ് പ്ലസ് 3 അല്ലേ? അപ്പൊ 1 + 3 എന്താണ്? 4 എന്ന് കിട്ടി കേട്ടോ. ഇത് 4 എന്ന് വരും അല്ലേ? അവിടെ നമുക്ക് മാറ്റം എന്തൊക്കെ വേണം? ഇങ്ങനെ പറഞ്ഞൂടെ 4 മൈനസ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് സെക്കൻഡ് ആൻസർ. ഓക്കെ, തേർഡ് മീൻ ചെയ്യണത് തേർഡ് ക്വസ്റ്റിനെ എഫ് ജി. അപ്പൊ ആദ്യം എന്ത് ഫോം ചെയ്യടാ?
എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഫോം ചെയ്യട്ടോ. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഫോം ചെയ്യട്ടെ. എന്താ വെച്ചിട്ട് നമുക്ക് വരിക എക്സ് പ്ലസ് വൺ ഇൻറ്റു ആരാ 2x മൈനസ് 3 അല്ല നോക്കണം. എക്സ് പ്ലസ് വൺ ഇൻറ്റു ആരാണ് 2x മൈനസ് 3 അല്ലേ ഈക്വൽ ടു അല്ലേ ഈക്വൽ മൾട്ടിപ്ലൈ ആട്ടെ എക്സ് ഇൻറ്റു 2x അല്ലേ നമുക്ക് 2x സ്ക്വയർ ടേം വരുന്നുണ്ട്, പിന്നെ മൈനസ് 3x വരുന്നുണ്ട്, പിന്നെ പ്ലസ് 2x വരുന്നുണ്ട്, മൈനസ് 3 ഉണ്ട് അല്ലേ. ആൻസർ ഇട്ടാ 2x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3 വരും കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് 2x സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x, 1 ഇൻറ്റു എക്സ് 2x, 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. ഓക്കെ ക്ലിയർ. നമുക്ക് ആൻസർ ഇട്ട് നമുക്ക് എന്താ വരിക, ഇവിടെ 4 എടുക്കുമ്പോൾ 5 2 ഇൻറ്റു 4 8 8 മൈനസ് 3 5 5 5 25. ഓക്കെ മക്കളെ, അപ്പോൾ ഈക്വൽ ടു വരിക. അപ്പോൾ എഫ് ഇൻറ്റു ജി ഓഫ് 4 എന്നല്ലേ ഈക്വൽ ടു വരിക 2 ഇൻറ്റു 4 സ്ക്വയർ മൈനസ് 4 മൈനസ് 3 ഈക്വൽ ടു 4 സ്ക്വയർ 4 സ്ക്വയർ 16 ഇൻറ്റു 2 32 32 ആര് പോവാ മൈനസ് 7 പോയാൽ ബാക്കി 25 കിട്ടി. ഓക്കെ ലാസ്റ്റ് ഡിവിഷൻ അല്ലേ, ഡിവൈഡ് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ മക്കളെ എഫ് ബൈ ജി ഓഫ് എക്സ് എന്നല്ലേ അല്ലേ. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഴുതാ, എന്ത് വാല്യൂ എഴുതാ ജി ഓഫ് എക്സിന്റെ വാല്യൂ എഴുതിയാൽ മതി കേട്ടോ. ആൻസർ ഇട്ടാ എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എന്താ 2x മൈനസ് 3. ഓക്കെ ബൈ ടേം എന്താൻ പാടില്ല, 0 ആവാൻ പാടില്ല. ക്ലിയർ. ഓക്കെ ഡൺ. ഓക്കേടാ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റിലേഷൻ ഫംഗ്ഷൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. ഓക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ചെയ്യണം, നമ്മളെ തിയറിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. ഓക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക, കാരണം വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ്. ഫങ്ഷൻ എന്ന കോൺസെപ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ പഠിക്കണ ഒന്നും മനസ്സിലാവില്ല. ഇത് ഡിപ്പെൻഡ് ചെയ്ത് കുറേ ചാപ്റ്റർ വരാനുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് നിങ്ങൾക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റൂ എന്ന കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ എ ഫങ്ഷൻ ഡിഫൈൻഡ് ബൈ function defined by f of x is equal to ഇങ്ങനെ പറഞ്ഞു f of x is equal to. ഓക്കെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഒരു ഡെഫിനിഷനിൽ പറഞ്ഞത് 1 മൈനസ് എക്സ് ആണ്, എക്സ് ലെസ്സർ 0 ആണ്, എക്സ് ഈക്വൽ ടു 0. അതേമാതിരി പിന്നെ 1 പ്ലസ് എക്സ് ആണ്, എക്സ് ഗ്രേറ്റർ 0 അങ്ങനെ കണ്ടീഷൻ പറഞ്ഞു. ഓക്കെ അങ്ങനെ 3 കണ്ടീഷൻ പറഞ്ഞു. ഓക്കെ നമുക്ക് വേണ്ട ഡ്രോ ദ ഇത് 1 ആണ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ, draw the graph of the function of the f of x. എന്ത് ചെയ്യണ്ടേ, ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. ഡ്രോ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കേടാ, നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും ബന്ധം നോക്കി മക്കളെ. 1 മൈനസ് എക്സ് ലെസ്സർ ആണെങ്കിൽ 1 മൈനസ് എക്സ്, 0 ആണെങ്കിൽ 1 പ്ലസ് നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. നോക്കി നോക്കാം നമുക്ക് കേട്ടോ. 3 കണ്ടീഷൻ പറയുന്നുണ്ട്. നമുക്ക് ചെറിയ ടേബിൾ ഫോം ചെയ്യാം കേട്ടോ. നമുക്കൊരു ചെറിയ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വരച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ടേബിൾ വരച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസറിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഇവിടെ എന്താക്കി മക്കളെ എക്സ് എന്ന് പേര് കൊടുത്തു, ഞാൻ ഇവിടെ വൈ എന്ന് പേര് കൊടുത്തു അല്ലേ. എക്സിന് കുറച്ച് നമ്പർ കൊടുക്കാം, -3, പിന്നെ -2, പിന്നെ -1, പിന്നെ 0, പിന്നെ 1, പിന്നെ 2, പിന്നെ 3. ഓക്കെ ഇങ്ങനെ വരച്ചു. ഓക്കെ എക്സിന് -3 ആണെങ്കിൽ ഇതെന്താ -3 ലെസ്സർ 0 അല്ലേ. എക്സ് ലെസ്സർ 0 ആകുമ്പോൾ കണ്ടീഷൻ എന്താടാ 1 മൈനസ് എക്സ് എന്നല്ലേ അല്ലേ. അപ്പോൾ എന്താ നമുക്ക് 1 മൈനസ് 3 എന്താ കിട്ടുക 4 കിട്ടും. ഓക്കെ അടുത്താണെങ്കിലോ 1 മൈനസ് 2 നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 3 എന്ന് കിട്ടും അല്ലേ. അടുത്താണെങ്കിലോ 1 മൈനസ് 1 ഇതാണ് ഈക്വൽ 2 എന്ന് കിട്ടും അല്ലേ. പിന്നെ 0 ആകുമ്പോൾ കണ്ടീഷൻ 0 കണ്ടീഷനിൽ 0 മൈനസ് കണ്ടീഷൻ 1 ആണ് അല്ലേ. 1 എന്താടാ ഗ്രേറ്റർ 0 അല്ലേ. അപ്പൊ ഈ കണ്ടീഷൻ ഉപയോഗിക്കണം. കണ്ടീഷൻ നോക്കണേ, ലെസ്സർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ ഗ്രേറ്റർ ആണെങ്കിലോ ഇതിലും അപ്ലൈ. അപ്പൊ 1 എടുക്കുമ്പോൾ 1 + 1 2 അല്ലേ. ഇവിടെ ആണെങ്കിലോ 3, ഇവിടെ ആണെങ്കിലോ 4 ഇങ്ങനെയും കിട്ടി.
ഓക്കെ, നമുക്ക് എന്താ ഒരു അടിപൊളി ഗ്രാഫ് വരയ്ക്കാൻ പോവാം കേട്ടോ. നമുക്ക് ഏത് ഒരു ടേബിൾ ഫോം ചെയ്ത് നമുക്ക് ഏത് ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല മക്കളെ കേട്ടോ. ഇത് ഗ്രാഫും വരയ്ക്കാൻ പറ്റും. 0 1 2 3 4 -1 -2 -3 -4 അല്ലേ. ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3 ഇവിടെ 4 അങ്ങനെ പോകട്ടോ. വേണം നമുക്ക് -1 കൊടുക്കുക. അവിടെ നമുക്ക് എല്ലാ പോസിറ്റീവ് എന്തായിട്ട് നമുക്ക് പോസിറ്റീവ് നമ്പർ കംപ്ലീറ്റ് അല്ല എല്ലാ വൈറ്റം ഒന്ന് വരുന്ന പോസിറ്റീവ് നമ്പർ അല്ലേ. അപ്പൊ അടിയിൽ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നോക്കടാ -3 അല്ല -4 ഇല്ല -3 ആണ്. -3 4ലേക്കല്ലേ അല്ല -3 4ൽ മാർക്ക് ചെയ്തു അല്ലേ. -2 ആണെങ്കിലോ 3ൽ മാർക്ക് ചെയ്തു അല്ലേ. ഇനി -1 ആണെങ്കിലോ 2ൽ മാർക്ക് ചെയ്തു അല്ലെ. 0 ആണെങ്കിലോ 1ൽ മാർക്ക് ചെയ്തു അല്ലെ. 1 ആണെങ്കിലോ 1 2ൽ മാർക്ക് ചെയ്തു അല്ലെ. 1 2ലേക്കാണ് പോകുന്നത് അല്ലെ. 2 ആണെങ്കിലോ 2 3ലേക്ക് പോകുന്നുണ്ട് അല്ലെ. 3 ആണെങ്കിലോ 4ലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഗ്രാഫാണ് കിട്ടുന്നത്. വളരെ മനോഹരമായിട്ടല്ലേ, നല്ലൊരു നല്ല മനോഹരത ഉണ്ട് അല്ലെ ഗ്രാഫിന് കാണാൻ. ഓക്കെ അല്ലെ, ഇത് നിങ്ങളുടെ ഗ്രാഫ് വരുന്നത് ആണല്ലോ മക്കളെ. ഇയാളെ പരിചയമുണ്ടോ? ആരാണ് നമ്മുടെ മോഡ് ഫംഗ്ഷൻ അല്ലേ. അപ്പൊ മോഡ് ഫംഗ്ഷൻ വേറെ വെറൈറ്റി സാധനമാണിത്, അത്രയേ ഉള്ളൂ. കാരണം ഇവിടെ x0 ആകുമ്പോ 1ലേക്ക് പോണത്, മറ്റേ നമ്മൾ വെറും മോഡ് എക്സ് ഇങ്ങനെ പോകുന്നത് 0ലേക്ക് അപ്രോച്ച് ചെയ്യണ്ടേ. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്താ പറയാൻ പറ്റുമോ? ഡൊമൈൻ ആറാണ്, റേഞ്ച് എന്താടാ 1 to infinity അല്ലെ. ഇയാളെ റേഞ്ച് കിട്ടുക എന്താ റേഞ്ച് വരിക നമുക്ക് 1, ക്ലോസ്ഡ് ഓപ്പൺ. ഇതാണ് റേഞ്ച്. 1, കിട്ടി. ഇതാണ് റേഞ്ച് കേട്ടോ. നമുക്ക് ഏത് ഗ്രാഫ് നമുക്ക് എന്താ പറയാൻ പറ്റുന്ന റേഞ്ച് കാണാൻ പറയാൻ പറ്റും. എന്താണ് y ആക്സിസിലെ നിങ്ങൾ ഗ്രാഫ് വരുന്ന പാർട്ടാണ് എന്ത് റേഞ്ച്. എന്താ ഡൊമൈന് നമ്മളെ x ആക്സിസ് ആണ് എന്ത് ഡൊമൈന്. എന്താ കോഡൊമൈന് നമ്മളെ y ആക്സിസ് മൊത്തമാണെന്ത് കോഡൊമൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ 2 ഫംഗ്ഷനിൽ മാത്രം നമ്മൾ എന്താണ് ഡൊമൈന് ചേഞ്ച് ചെയ്യുന്ന ഫംഗ്ഷൻ പഠിച്ചിട്ട്. ഏതൊക്കെ ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? റൂട്ട് ഫംഗ്ഷനും അതേപോലെ മക്കളെ റൂട്ട് ഫംഗ്ഷൻ ആൻഡ് എന്താ p/q ഫോമിലും. ബാക്കി നമുക്ക് എല്ലാ ഫംഗ്ഷൻ്റെയും ഡൊമൈൻ നമ്മൾ ആറായിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും എന്ന കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. അതിൽ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും കോൺസെപ്റ്റ് പഠിച്ചാൽ നമുക്ക് എന്താണ് ബാക്കിയുള്ള ചാപ്റ്റർ ഇത് ബേസ്ഡ് ആണ്. അതുപോലെ സെക്കൻഡ് ഇയറിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, റെഡി.